നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. തലക്കെട്ടുകൾ നോക്കാം. നിയമസഭയിൽ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. ശബരിമലയും ചികിത്സാ പിഴവും സഭയിൽ ഉയർത്തും. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അടക്കമുള്ള സുപ്രധാന ബില്ലുകളും സഭയിലേക്ക്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ സ്വകാര്യ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണം. കുത്തിവെപ്പിനെ തുടർന്ന് 2.5 വയസ്സുകാരി മരിച്ചു. സർക്കാർ ഡോക്ടർമാരുടെ സമരത്തിൽ പ്രതിസന്ധിയിൽ വീണാരോഗ്യ മേഖല. സമരം 8ാം ദിവസം. സീറ്റ് വിഭജന ചർച്ചകൾക്ക് തുടക്കമിടാൻ LDF യോഗം ഇന്ന്. പ്രകടന പത്രിക തയ്യാറാക്കാൻ സബ് കമ്മിറ്റിയെ തീരുമാനിക്കും. സീറ്റ് വിഭജന ചർച്ചകൾക്ക് വേഗം കൂട്ടാൻ UDF-ഉം. വ്യാഴാഴ്ച രാഹുൽ ഗാന്ധി വയനാട്ടിൽ. ക്രൈസ്തവ വോട്ടുകൾ ഒപ്പം നിർത്താൻ BJP. സഭാ നേതൃത്വത്തെ കാണാൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജു കേരളത്തിൽ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ കേരളത്തിൽ. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായും ചീഫ് സെക്രട്ടറിയുമായും ഇന്ന് കൂടിക്കാഴ്ച. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ തുടർ നടപടികളും ചർച്ച ചെയ്യും. തിരുവനന്തപുരം ചേങ്കോട്ടുകോണത്ത് സ്കോട്ടിഷ് സ്കൂളിൽ തീപിടുത്തം. 3 സ്കൂൾ ബസ്സുകൾ കത്തിനശിച്ചു. CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം. ഇറാൻ അമേരിക്ക അടുത്തഘട്ട ചർച്ച വ്യാഴാഴ്ച ജനീവയിൽ. ആണവ കരാറിനായി കരട് മാർഗനിർദ്ദേശങ്ങൾ ഇറാൻ മുന്നോട്ട് വയ്ക്കും. ഇറാനിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ശക്തം. വിശദമായ വാർത്തകളിലേക്ക് നോക്കുമ്പോഴേക്കും നിയമസഭയിലെ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. പുറത്ത് ആണ് ശബരിമലയിലെ കട്ടിള പാളിയും പാലക ശില്പവും അടക്കം വിറ്റ് പണമടിച്ചവർ ഇന്ന് സ്വൈരവികാരം നടത്തുകയാണ്. ഗവൺമെന്റ് വീഴ്ച കൊണ്ട് അവർക്കെല്ലാം 90 ദിവസം കഴിഞ്ഞപ്പോൾ കോടതി ജാമ്യം കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി. സാർ, ജയില് പ്രധാനപ്പെട്ട പ്രതികളെല്ലാം ഇന്ന് ജയിലിന് പുറത്താണ്. സാർ, അതോടൊപ്പം തന്നെ ആചാര ലംഘനത്തിൽ ഗവൺമെന്റ് നിലപാടിനെ അനുകൂലിച്ചില്ല എന്നുള്ളതിന്റെ പേരിൽ ശബരിമല തന്ത്രിയെ അനാവശ്യമായി 40 ദിവസം ജയിലിൽ അടക്കുകയുണ്ടായി. സാർ, അദ്ദേഹത്തെ കോടതി പറഞ്ഞിട്ടുള്ളത് തെളിവിന്റെ ഒരു കണിക പോലും അദ്ദേഹത്തിന്റെ പേരിലുണ്ടായ ആക്ഷേപങ്ങളിൽ ഇല്ല എന്നുള്ളതാണ്. സാർ, അതുപോലെ തന്നെ അയ്യപ്പ സംഗമം നടത്തിയതിലൂടെ വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായി ദേവസ്വം ബോർഡ് നിയോഗിച്ച ഓഡിറ്റർ ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിലൂടെ തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. സാർ, ഏറ്റവും ഒടുവിൽ ആണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി വന്ന് ആ കാര്യത്തിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആചാര ലംഘനത്തിനോടും ആചാര ലംഘനത്തെ അനുകൂലിക്കുന്ന വിധത്തിലുള്ള സംശയാസ്പദമായ അങ്ങേയറ്റം വിശ്വാസികളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. സാർ, അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഈ നിലപാടിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞങ്ങൾ സഭാ നടപടികളിൽ നിസ്സഹകരിച്ചു വരികയാണ്. ഇന്നും ഞങ്ങൾ സഭാ നടപടികൾ സഹകരിക്കില്ല എന്നറിയിക്കും. കെ ബാബു തന്നെയാണ് സംസാരിച്ചത്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ സഭയിൽ ശബരിമല വിഷയം ഉന്നയിക്കുകയായിരുന്നു കെ ബാബു. സഭാ നടപടികൾ സ്തംഭിപ്പിക്കാൻ തന്നെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ നീക്കം. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. സഭാ നടപടികളിൽ നിന്നും പിന്മാറാനുള്ള നടപടികളിലേക്ക് തന്നെയാണ് പ്രതിപക്ഷം നീങ്ങുന്നത് എന്ന് തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നത്. 18 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സഭ വീണ്ടും ചേർന്നത്. അപ്പോൾ തന്നെ തുടക്കം തന്നെ ചികിത്സാ പിഴവ് ഉന്നയിക്കും, ശബരിമല വിഷയവും ഉന്നയിക്കാനുള്ള സാധ്യത പ്രതിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ പോലും കെ ബാബു ശക്തമായി തന്നെ ശബരിമല വിഷയം ഉന്നയിച്ചുകൊണ്ട് സഭാ നടപടികളിൽ നിന്നും മാറി നിൽക്കുകയാണ് പ്രതിപക്ഷമെന്ന് സ്പീക്കറിനെ അറിയിക്കുന്നു. സഭയിൽ നിന്നും വാക്കൗട്ട് നടത്താനുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് പ്രതിപക്ഷം നീങ്ങുന്നത് എന്നുള്ളത് വേണം കണക്കാക്കാൻ. പ്രധാനമായും സഭ ഇന്ന് 18 ദിവസങ്ങൾക്ക് ശേഷം ചേരുമ്പോൾ തന്നെ ഇതുപോലുള്ള നടപടികൾ ഇന്ന് സഭയിലേക്ക് പോവുകയാണ്. വ്യക്തമാണ്, തന്ത്രിയാണോ അകത്ത് കിടക്കുന്ന ആരാണോ അവര് പ്രതിയാണെന്നോ പ്രതിയല്ലെന്നോ ഗവൺമെന്റിന് അത് സംബന്ധിച്ച് യാതൊരു അഭിപ്രായവും ഇല്ല. കാരണം ഈ അന്വേഷണം പൂർണ്ണമായി നടക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിനകത്ത് മാത്രമാണ്. ഞങ്ങളുടെ മുൻപിൽ അന്വേഷണത്തിന്റെ ഒരു റിപ്പോർട്ടും വരുമില്ല. സീല് വെച്ച കവറിനകത്ത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനകത്താണ് വരുന്നത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ അന്വേഷണം ശരിയായ രൂപത്തിലാണ് എന്ന് പറഞ്ഞിട്ടും ഈ സമരം തുടരുന്നത് രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ്. സാർ, ഞാനൊരു കാര്യം പറയട്ടെ സാർ. 1987 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ
ഫൈസാബാദിൽ വെച്ച് രാമരാജ്യം എന്ന മുദ്രാവാക്യം ആദ്യമായി അവതരിപ്പിക്കുന്നത് കോൺഗ്രസ് ആണ് സാർ. അയോധ്യയിലെ ജവഹർലാൽ നെഹ്റു സരയൂ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ താക്കോലുകൾ, ആ താക്കോലുകൾ വീണ്ടും അത് തുറക്കാൻ അനുവദിച്ചത് കോൺഗ്രസ് ആണ് സാർ. അതിനുശേഷം അയോധ്യയിൽ ശിലാന്യാസം അനുവദിച്ചത് കോൺഗ്രസ് ആണ് സാർ. യഥാർത്ഥത്തിൽ BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ക്ഷേത്ര രാഷ്ട്രീയത്തെ ഉപയോഗിക്കാൻ വഴി തുറന്നു വിട്ടത് സാർ കോൺഗ്രസ് ആയിരുന്നു സാർ. ഇപ്പൊ കോൺഗ്രസ് ചെയ്യുന്നത് നവയുഗം എന്നുള്ളത് BJP യുഗത്തിലേക്കുള്ള യാത്രയ്ക്കുള്ള വഴിയൊരുക്കലാണ് സാർ കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ രാജ്യത്തെ അപകടത്തിലാക്കും. എന്തുകൊണ്ടാണ് സാർ ഈ കേരള സ്റ്റോറി വരുന്നത്? എന്തുകൊണ്ടാണ് സാർ തെലുങ്കാന സ്റ്റോറി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് സാർ കർണാടക സ്റ്റോറി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് സാർ ഹിമാചൽ പ്രദേശ് സ്റ്റോറി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് സാർ കേരള സ്റ്റോറി 1ഉം 2ഉം വരുന്നത്? കാരണം കർണാടക സ്റ്റോറി ഗുജറാത്ത് സ്റ്റോറി തന്നെയാണ് സാർ. തെലുങ്കാന സ്റ്റോറി UP സ്റ്റോറി തന്നെയാണ് സാർ. കോൺഗ്രസും BJPയും രണ്ട് പാർട്ടികളുടെ പേരുണ്ടെങ്കിലും ഒരേ രാഷ്ട്രീയത്തെ, ഒരേ പ്രത്യയ ശാസ്ത്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ആ അപകടം മതനിരപേക്ഷ കേരളത്തിന് അങ്ങേയറ്റം അപകടകരമാണ് എന്ന് തിരിച്ചറിയാൻ തയ്യാറാകണം. അതുകൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ഹൈക്കോടതിക്കെതിരാണ്. അത് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. പാർലമെന്ററി മിനിസ്റ്റർ സർ, ശബരിമലയിൽ സ്വർണം കട്ട മുഴുവൻ ആളുകളും നിയമത്തിന്റെ മുമ്പിൽ വരണമെന്നതാണ് സർക്കാരിന്റെ നിലപാട്. ആ നിലപാട് ആവർത്തിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സഭയിലും സഭയ്ക്ക് പുറത്തും വ്യക്തമാക്കിയിട്ടുള്ളതാണ് എത്രയോ തവണ. എന്താണ് സാർ പ്രതിപക്ഷത്തിന്റെ നിലപാട്? തന്ത്രിയെ ഒഴിവാക്കണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. സാർ, തന്ത്രിക്ക് ശബരിമലയിലെ സ്വർണ്ണക്കേസ് കൊള്ളക്കേസിലെ പ്രതികളിൽ ഒരാളായ തന്ത്രിക്ക് എന്ത് വിശേഷമാണുള്ളത് സാർ? പ്രതിയാണ് എന്ന മറ്റെല്ലാ പ്രതിയെയും പോലുള്ള അവകാശമേ തന്ത്രിക്കുമുള്ളൂ. തന്ത്രിക്ക് എന്ത് പ്രത്യേക അവകാശമാണുള്ളത് സാർ? തന്ത്രിക്ക് 2 വക്കീലന്മാർ പുറത്തുണ്ട്. സഭയ്ക്ക് പുറത്ത് 2 വക്കീലന്മാരുണ്ട്. BJPയുമുണ്ട്, UDFുമുണ്ട്. സഭയ്ക്കകത്ത് BJP ഇല്ലാത്തത് കൊണ്ട് ആ BJPക്ക് വേണ്ടി കൂടിയുള്ള വക്കാലത്ത്, തന്ത്രിയുടെ വക്കാലത്ത് പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുകയാണ്, UDF ഏറ്റെടുത്തിരിക്കുകയാണ്. സാർ, വീണ്ടും തന്ത്രിയെ മുൻനിർത്തി തെരുവിലിറങ്ങാൻ ഉള്ള ഒരു സുവർണാവസരമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെയാണ് ശ്രീധരൻപിള്ള വെളിപ്പെടുത്തിയത് തന്റെ ഉപദേശപ്രകാരമാണ് തന്ത്രി പ്രവർത്തിച്ചത് എന്ന്. ഇന്നലെ അദ്ദേഹം വെളിപ്പെടുത്തിയപ്പോഴല്ലേ നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. സാർ, അന്ന് ആ സുവർണാവസരം ഒരുമിച്ച് മുതലെടുത്തവരാണിവർ. സാർ, അന്ന് കൊടി മടക്കി അവരുടെ പിന്നാലെ പോകാൻ ആഹ്വാനം ചെയ്തത് ഇവരുടെ KPCC പ്രസിഡന്റാണ്. സാർ, മുസ്ലിം ലീഗ് നാരങ്ങ വെള്ളം കലക്കി കാത്തിരിക്കുകയാണ് സാർ BJPക്കാർക്കൊന്ന് വെള്ളം കലക്കി കൊടുക്കാൻ. ഒരു നാണവുമില്ലാതെ, ക്ഷമിക്കണം സാർ, ഞാൻ ആ വാക്ക് പിൻവലിച്ചു, ലജ്ജയുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ BJPക്ക് നാരങ്ങ വെള്ളം കലക്കി കൊടുത്തവരാണ് സാർ ലീഗുകാർ. അവർ വീണ്ടും നാരങ്ങ വെള്ളം കലക്കി വെച്ച് അവിടെ പുറത്ത് കാത്തിരിക്കുകയാണ്. സാർ, ഇന്ന് വന്ന വാർത്തയുണ്ട്. ഇന്നത്തെ വാർത്ത എന്താണ്? അസമിലെ PCC പ്രസിഡന്റ് ഭൂപൻ ബോറ BJPയിൽ പോയി എന്നാണ് വാർത്ത. ആസാമിലെ BJP പ്രസിഡന്റ് ഭൂപൻ ബോറ BJPയിൽ പോയിരിക്കുന്നു. സാർ, ഈ ഇരിക്കുന്നവരിൽ എത്ര പേർ നാളെ കോൺഗ്രസിലുണ്ടാവും, UDFിലുണ്ടാവും എന്നതിന് വല്ല ഗ്യാരണ്ടിയുമുണ്ടോ സാർ? വല്ല ഗ്യാരണ്ടിയുമുണ്ടോ? ഓരോ ദിവസവും PCC പ്രസിഡന്റ് മുതലുള്ള ആളുകൾ BJPയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവർ നാരങ്ങ വെള്ളവും കലക്കി കാത്തിരിക്കുന്നത്. സാർ, ഇത് രാഷ്ട്രീയ ഉപജാപമാണ്. ഈ രാഷ്ട്രീയ ഉപജാപം കേരളം ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പ്രശ്നം ശബരിമലയിലെ സ്വർണം കട്ടവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നതാണോ, അതോ സ്വർണം കട്ടവരിൽ ഞങ്ങളുടെ ആളുകളെ ഒഴിവാക്കണം എന്നതാണോ? വാജിവാഹനം ഉൾപ്പെടെയുള്ളവയിൽ നടന്ന ക്രമക്കേട്, ആ ക്രമക്കേടിലും കൊള്ളയിലും UDFിന്റെ ഭരണസമിതിക്ക് പങ്കുണ്ട് എന്ന കാര്യം ഞാൻ നേരത്തെ ഈ സഭയിൽ പറഞ്ഞു. ഇഹലോകത്തും പരലോകത്തുമുള്ള ആളുകൾക്ക് പങ്കുണ്ട് എന്ന കാര്യം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസുകാരായ UDFുകാരായിട്ടുള്ള ആളുകൾക്ക്. അതാണിപ്പോ നിങ്ങൾ തന്ത്രിക്ക് വേണ്ടി രംഗത്ത് വരാൻ കാരണം. നിങ്ങളും BJPയും തന്ത്രിയെ മുൻനിർത്തി ഒരുമിച്ച് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ആവാമെങ്കിൽ ഞങ്ങൾ സഭയുടെ അവകാശം ഞങ്ങൾ സഭയുടെ അവകാശം
സാർ അതുകൊണ്ട് ജനങ്ങൾ ഇത് മനസ്സിലാക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ കേരളം അറിയാൻ വേണ്ടി പറയാൻ സാർ, ഇന്ന് പ്രധാനപ്പെട്ട 5 ബില്ലുകൾ ഈ സഭയുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ് സാർ. ഓടിയിടുന്നത് കറക്റ്റാണ്. കാരണം പൗരത്വ ഭേദഗതി ബില്ലിനെതിരായി ഈ കേരളം എടുക്കുന്ന നിലപാടിന്റെ ഭാഗമായി സാർ ആക്ടിവിറ്റി കാർഡിന്റെ ബില്ല് അവതരിപ്പിക്കുന്ന ദിവസം ഈ തർക്കം ഉണ്ടാക്കുന്നത് BJPയെ സഹായിക്കാനാണ് സാർ. ഇത് ശരിയല്ലാത്ത കാര്യമാണ് സാർ. ആക്ടിവിറ്റി കാർഡ് ബില്ല് അവതരിപ്പിക്കുന്ന കേരളീയർ അഭിമാനം കൊള്ളുന്ന ബില്ല് അവതരിപ്പിക്കുന്ന ദിവസം എന്തിനാണ് സാർ ഈ തർക്കം? BJPയെ സഹായിക്കാനാണ് സാർ. ചോദ്യം നമ്പർ 181 ശ്രീ അനൂപ് ജേക്കബ് നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 182 ശ്രീ റോജി എം ജോൺ നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 183 ശ്രീ അൻവർ സാദത്ത് നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 184 ശ്രീ KU ജനീഷ് കുമാർ, ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി. യെസ് മിനിസ്റ്റർ, പ്ലീസ് മിനിസ്റ്റർ, പ്ലീസ് അവരവിടെ ഇരുന്നോട്ടെ. പ്ലീസ് ട്രഷറി ബെഞ്ചിൽ അംഗങ്ങളോട് ഇരിക്ക്. ക്വസ്റ്റ്യൻ അവർ നടക്കട്ടെ. പ്ലീസ്. യെസ്. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന്റെയുള്ള ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി സംസ്ഥാനങ്ങളിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഊർജ്ജ കാര്യക്ഷമത വിലയിരുത്തി പ്രസിദ്ധീകരിക്കുന്ന ദേശീയ ഊർജ്ജ കാര്യക്ഷമത ഗ്രൂപ്പ് 3 വിഭാഗത്തിൽ കേരളത്തിന് 1ാം റാങ്ക് ലഭിച്ചു. 23-24 കാലയളവിൽ ദേശീയ ഊർജ്ജ കാര്യക്ഷമത സൂചികയിൽ ഗ്രൂപ്പ് 2 വിഭാഗത്തിൽ കേരളത്തിന് പുരസ്കാരം ലഭിച്ചു. 2018-2022 എന്നീ വർഷങ്ങളിലും കേരള ദേശീയ ഊർജ്ജ കാര്യക്ഷമത സൂചികയിൽ മുന്നിലെത്തിയിരുന്നു. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഊർജ്ജ മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി നീതി ആയോഗിന്റെ 22 ഏപ്രിൽ പ്രസിദ്ധീകരിച്ച സ്റ്റേറ്റ് എനർജി ആൻഡ് ക്ലൈമറ്റ് ഇൻഡെക്സ് പ്രകാരം വലിയ സംസ്ഥാനങ്ങളിൽ വിഭാഗത്തിൽ 9.1 പോയിന്റായാണ് ഈ വിഭാഗത്തിൽ കേരളം 2ാം സ്ഥാനം കരസ്ഥമാക്കിയത്. സംസ്ഥാനത്തെ ഊർജ്ജ രംഗത്തെ പുത്തൻ പ്രവണതകൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനും ഊർജ്ജ കാര്യക്ഷമത സംബന്ധിച്ച് പൊതുജനങ്ങൾ അവബോധം സൃഷ്ടിക്കുന്നതിനുമായി എനർജി മാനേജ്മെന്റ് സെന്റർ 28ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 24 ഫെബ്രുവരി 7 മുതൽ 9 വരെ തിരുവനന്തപുരം വഴുതക്കാട് ടാഗോർ ഹാളിൽ വെച്ച് ആദ്യത്തെ അന്താരാഷ്ട്ര ഊർജ്ജമേള സംഘടിപ്പിച്ചു. ISRO, തുടങ്ങിയ സ്ഥാപനങ്ങളിലെ വിദഗ്ധന്മാരുടെ പങ്കാളിത്തവും സംസ്ഥാന ഊർജ്ജ സംരക്ഷണ പുരസ്കാരവും വിതരണം വിജയമായി. ഇതിന്റെ തുടർച്ചയായി 2025 തൈക്കാട് പോലീസ് ഗ്രൗണ്ടിൽ കാർബൺ രഹിത കേരളം എന്ന പ്രമേയത്തെ നടന്ന 2ാം പതിപ്പ് പുനരുപയോഗ ഊർജ്ജം, സ്മാർട്ട് ഗ്രിഡ്, സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ ഊന്നിയുള്ള ചർച്ചകൾക്ക് വേദിയായി. മേളയുടെ 3ാം പതിപ്പ് 2026 ഫെബ്രുവരി 7 മുതൽ 9 വരെ പരങ്ങാട് എയർഫോഴ്സ് ക്യാമ്പിലെ പ്രൊഫസർ VK ദാമോദരൻ അവർ കേരളത്തിന്റെ ഊർജ്ജഭാവിയെ ശാക്തീകരിക്കുക എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ചു. മേളയിൽ നൂതന സാങ്കേതിക വിദ്യകളുടെയും ഊർജ്ജ സുരക്ഷയും കാലാവസ്ഥാ സംരക്ഷണവും ഉറപ്പാക്കുന്നതിനും ദേശീയ സംവാദങ്ങൾ നടന്നു. സാധാരണക്കാർക്ക് നവീന സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടാനും ഊർജ്ജബോധവൽക്കരണം നേടാനും സാധിച്ചു. ഈ 3 പതിപ്പുകൾ കേരളത്തിന്റെ ഊർജ്ജ പരിവർത്തനത്തിന്റെ മികച്ച മാതൃകയാണ്. കേരളത്തെ ഊർജ്ജകാര്യ സ്വയം പര്യാപ്തതയിലേക്കും സുസ്ഥിരമായ ഹരിതഭാവിയിലേക്കും നയിക്കുക എന്ന ലക്ഷ്യത്തോടെ ശ്രീ KU ജനീഷ് കുമാർ. സാർ, ശബരിമലയിലെ സ്വർണം കട്ടവരെയും അത് വാങ്ങിയവരെയും അത് വാങ്ങാൻ ഇടനില നിന്ന UDF കൺവീനർ ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാരെ സംരക്ഷിക്കാനുള്ള വലിയ വ്യഗ്രതയാണ് സാർ ഈ സഭയ്ക്കുള്ളിലെ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാർ ഇവരുടെ ഈ തൊലിക്കട്ടി അപാരം തന്നെ സാർ. കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണ് സാർ ഇവർക്കുള്ളത്. സാർ, എന്റെ ചോദ്യം സാർ, ഇന്ന് നമ്മുടെ നാട്ടിൽ പവർ കട്ടില്ല സാർ. ഇന്ന് നമ്മുടെ നാട്ടിൽ ലോഡ് ഷെഡിംഗ് ഇല്ല സാർ. 10 വർഷം മുമ്പ് ഒരു ഇരുണ്ട കാലം കേരളത്തിൽ ഉണ്ടായിരുന്നു സാർ. ആ പവർ കട്ടുള്ള ലോഡ് ഷെഡിംഗ് ഉള്ള ഒരു ഇരുണ്ട കാലം, ആ ഇരുണ്ട കാലത്തെ മാറ്റിയെടുത്ത ഊർജ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ഈ ഗവൺമെന്റിനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു സാർ. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒഴിവാക്കുന്നതിന് വേണ്ടി വൈദ്യുതി മേഖലയിൽ സ്വീകരിച്ച നടപടികൾ
വിശദമാക്കാമോ എന്നതാണ് സാർ എന്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. എന്താ സാർ ഒന്നും കേട്ടില്ല. പവർ കട്ടും ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ എന്തൊക്കെ നടപടി സ്വീകരിച്ചു? പവർ കട്ടും ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത്? പറഞ്ഞോട്ടെ. വൈദ്യുതി നിയമം 2003 സെക്ഷൻ 62 പ്രകാരം സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് നിശ്ചയിക്കുന്നതിനുള്ള അധികാരം വൈദ്യുതി പവർ കട്ടും ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ എന്താണ് നടപടി സ്വീകരിച്ചത്? സാർ ഒരു മിനിറ്റ്. പത്ത് കൊല്ലമായും സാർ പവർ കട്ടില്ല. ഉൽപാദന മേഖലയിൽ 2160 മെഗാവാട്ട് ഉൽപാദനം നടത്തിയിട്ടുണ്ട്. അതേപോലെ പകൽ സമയത്ത് ആദ്യമായി വൈദ്യുതിക്ക് ചാർജ് കമ്മിയാക്കിയത് കേരളത്തിലാണ്, ഇന്ത്യയിൽ തന്നെ. സാർ അതുകൊണ്ടാണ് സാർ ഈ വൈദ്യുതി ഉൽപാദന മേഖല അതേ ഹൈഡ്രൽ പ്രോജക്ട് 171 മെഗാവാട്ട് ഇപ്പോൾ പള്ളിവാസൽ 2-ാം തീയതി ഉദ്ഘാടനം നടത്താൻ. അതുകൊണ്ടാണ് നമുക്ക് കമ്മിയാക്കാൻ സാധിക്കും. സർ, വൈദ്യുതി മേഖലയിൽ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള നടപടികൾ വ്യക്തമാക്കാം. ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സാർ ഞാൻ നേരത്തെ പറഞ്ഞു, സോളാറിൽ 2100 മെഗാവാട്ട് ഉൽപ്പാദിപ്പിച്ചു. ഹൈഡ്രൽ പ്രോജക്റ്റുകളിൽ 171 മെഗാവാട്ട് ഉൽപ്പാദിപ്പിച്ചു. പള്ളിവാസൽ 2-ാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം നടത്താൻ പോവുകയാണ്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ചുമതലപ്പെടുത്തിയ പ്രകാരം അഡ്വക്കേറ്റ് പ്രേംകുമാർ. സർ, ശബരിമലയിൽ അവിടെയുള്ള വാജിവാഹനം കൈമാറിയതിലും കോൺക്രീറ്റിന്റെ കൊടിമരം അത് ചെതലരിച്ചു പോയി എന്ന് പറഞ്ഞ് കൊള്ള നടത്തിയവർ ഇന്ന് നിയമസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാടിനു വേണ്ട നിയമങ്ങളാകെ നിർമ്മിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ നടത്തുന്ന ഈ സമരാഭാസം കേരളീയ സമൂഹം തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കേരളത്തിൽ സൗരോർജ വൈദ്യുതി ഉൽപാദനത്തിൽ രാജ്യത്തിന് മാതൃകയാണെന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് അങ്ങക്ക് വിശദീകരിക്കാം. സാർ, വളരെ താല്പര്യമെടുത്ത് ഇലക്ട്രിസിറ്റി ബോർഡും എനർട്ടും വളരെ താല്പര്യമെടുത്താണ് ഇതിനു വേണ്ടി മുൻകൈ എടുത്തത്. 2100 കേരളത്തിൽ തന്നെ 2-ാമത്തെ സംസ്ഥാനമാണ് സൗരോർജത്തിന്. അതേപോലെ ബാറ്ററി സ്റ്റോറേജും കൂടി ഇപ്പൊ 500 മെഗാവാട്ടിന്റെ ബാറ്ററി സ്റ്റോറേജും കാസർഗോഡ് വെക്കാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പീക്ക് അവറിലും അതിന്റെ ഗുണം കിട്ടും. പിന്നെ ഹൈഡ്രൽ പ്രോജക്റ്റുകളെല്ലാം എല്ലാം തന്നെ നമ്മൾ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തി പൂർത്തിയാക്കാനുള്ള ശ്രമം നടത്തലാണ്. ശ്രീ പി സുമോദ്. സർ, ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ കോൺഗ്രസ് ഇപ്പൊ ഇവിടെ നിയമനിർമ്മാണം നടത്തുന്ന ഈ സഭയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നത് ഖേദകരമാണ് സാർ. സാർ, എന്റെ ചോദ്യം, സംസ്ഥാനത്തെ വൈദ്യുത വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ എന്തെല്ലാമാണ്? വൈദ്യുതി നഷ്ടം കുറക്കുന്നതിൽ ഉണ്ടായ പുരോഗതി വ്യക്തമാക്കാം. യെസ് മിനിസ്റ്റർ. സാർ ഒന്നുകൂടി ചോദിക്കാൻ പറയണം, കേൾക്കില്ല. വൈദ്യുതി നഷ്ടം കുറക്കാൻ സർക്കാർ സ്വീകരിച്ച പുരോഗതി. വൈദ്യുതി നഷ്ടം കുറക്കാൻ എന്തൊക്കെ നടപടിയാണ് സ്വീകരിച്ചത്? സാർ, UDF ഭരണകാലത്ത് 24% Yes, please. ശ്രീ UR പ്രദീപ്. കേരളത്തിൽ 2016 മുമ്പേ വൈദ്യുതി മേഖല കരിമ്പുംതോട്ടത്തിൽ ആന കിടന്ന പോലെയായിരുന്നു സാർ. അവിടെ നിന്ന് നല്ല നിലയ്ക്ക് ലോകം ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാക്കി മാറ്റിയത് ഞാൻ അഭിനന്ദിക്കുന്നു സാർ. സാർ, എന്റെ ചോദ്യം, എന്റെ മണ്ഡലത്തിൽ ചേലക്കരയും പഴയന്നൂരുമായി ബന്ധപ്പെട്ട് ഏകദേശം 54,000 ഗുണഭോക്താക്കളുണ്ട് സാർ. അതിന്റെ ഭാഗമായി ഇപ്പോ പ്രവർത്തനം അതിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടത്ര എത്തിക്കാൻ കഴിഞ്ഞ വലിയ സ്ഥലമായതുകൊണ്ട് അപ്പൊ ഇവിടെ ചേലക്കരയും അതുപോലെ തന്നെ പഴയന്നൂരുമുള്ള കൺസ്യൂമേഴ്സിനെ ഒരുമിച്ചാക്കി മറ്റൊരു പുതിയ സെക്ഷൻ നമുക്ക് അനുവദിച്ചു തരാൻ കഴിയോ എന്ന ഒരു ആവശ്യം പരിഗണിക്കാൻ കഴിയോ സാർ? അത് ആലോചിക്കാവുന്നതാണ് സാർ. യെസ്. ചോദ്യം നമ്പർ 185 പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 186 ശ്രീ ചാണ്ടി ഉമ്മൻ, നോട്ട് ഇൻ ദ സീറ്റ്.
ചോദ്യം നമ്പർ 187 ശ്രീ മുരളി പെരുന്നള്ളി, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. സർ, ഈ ചോദ്യവേളയിൽ എനിക്കിന്ന് മറുപടി പറയേണ്ട 3 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ ചോദിച്ചതാണ്, അത് അവർ ചോദിക്കാനായിട്ട് തയ്യാറായില്ല. സാർ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കേണ്ട ഈ വേദിയിൽ അവർ ചോദിക്കുന്നില്ല എന്ന് മാത്രമല്ല സാർ, ഇപ്പോ ജനങ്ങളെല്ലാം കാണുന്നുണ്ട് സാർ. ഞങ്ങള് പാർലമെന്ററി ജനാധിപത്യം അനുസരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പ്രതിഷേധമൊക്കെ ഉണ്ടാവും, പക്ഷേ ഇന്നത്തെ ചോദ്യത്തിനും അവിടുന്ന് താഴോട്ടിറങ്ങിയിരിക്കുന്ന എന്താണെന്ന് മനസ്സിലായില്ല സാർ. ജനങ്ങൾ ഇവരെ ആ സീറ്റിൽ നിന്ന് താഴെ ഇറങ്ങിയിരിക്കുന്ന ആളുകളെ ഈ സഭയിൽ നിന്ന് പുറത്തേക്ക് അയക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണാം സാർ. ഇതിനകത്ത് ഇരിക്കാൻ അവർ യോഗ്യരല്ല സാർ. കാരണം ബഡ്ജറ്റ് പോലൊരു സമയത്ത് ഏറ്റവും സീരിയസ് ആയ ബഡ്ജറ്റിന്റെ ചർച്ചയിൽ പങ്കെടുക്കാൻ അവർ തയ്യാറായില്ല. പുറത്തിറങ്ങിയിട്ടാണ് സാർ ഈ കാര്യങ്ങൾ പറയുന്നത്. സഭയ്ക്കകത്ത് എല്ലാ രേഖകളും വെച്ച് ചർച്ച ചെയ്താൽ പ്രതിപക്ഷം പറയുന്നതിന് ഒരു ന്യായീകരണമില്ല എന്നുള്ള മറുപടി കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് സാർ അവര് പുറത്തിറങ്ങി പറയുന്നത്. കാരണം ഒരു കാര്യവും കൃത്യമായി ഡാറ്റ സഹിതം പറയുവാൻ പ്രതിപക്ഷ നേതാവ് മുതൽ ഈ പ്രതിപക്ഷത്തെ ഒരു അംഗവും തയ്യാറല്ല. അതുകൊണ്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുകയാണ് സാർ. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളിൽ സാർ എന്തുകൊണ്ടാണ് സാർ ഇപ്പോ ഈ കോടതി കേസിനകത്ത് ഇങ്ങനെ ഇടപെടുന്നത്? കോടതി പറഞ്ഞ SIT എന്ന് പറഞ്ഞാൽ കോടതി പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരെ എടുക്കുന്നു, ആ കോടതി തന്നെ ഡയറക്ട് ചെയ്യുന്നു, കോടതി കേൾക്കുന്ന അല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണത്തിന് വിധേയമായി മാത്രം അന്വേഷണം നടക്കുമ്പോ ഇവര് അതിനെ കുറ്റപ്പെടുത്തുന്നത് എന്താ സാർ? സാർ, ഇപ്പൊ തന്ത്രിയോ മറ്റാരെങ്കിലും ആയിക്കോട്ടെ, കേസ് അന്വേഷണം നടക്കല്ലേ സാർ. എന്താ പ്രശ്നം? ശ്രീധരൻപിള്ളയും തന്ത്രിയും ഇവരും എല്ലാം സംസാരിക്കുന്ന കാര്യം സാർ, അന്വേഷണം ഒരിടത്ത് അറസ്റ്റ് ചെയ്യണം സാർ. ഈ അന്വേഷണം ഇനി ഫർദറായി പോയി കഴിഞ്ഞാൽ നമ്പർ 10 ജൻപതിലേക്ക് പോകുമോ എന്നുള്ള സംശയം കൊണ്ടാണ് ഇവര് BJP ആയിട്ട് കൂടി ചേർന്നേക്കുന്നത്. ശ്രീധരൻപിള്ളയുടെ അഭിപ്രായം കേട്ടു എന്നാണ് സാർ. അങ്ങേയറ്റം തെറ്റ് കാണിക്കുകയും അതിനു വേണ്ടിയിട്ട് ഇപ്പൊ കോൺഗ്രസിനകത്ത് തന്നെ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ വിവാദം ഉണ്ടാക്കി ശ്രീമതി സോണിയാഗാന്ധിയെ പോലെയുള്ള ആളുകളുടെ പേര് പോലും വലിച്ചഴക്കുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് സ്വർണ്ണക്കൊള്ളയുടെ പ്രശ്നം പറഞ്ഞ് അന്വേഷണം നടത്താനല്ല അവരിവിടെ നേരത്തെ പറഞ്ഞതുപോലെ പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞ പോലെ രണ്ടാളുകളാണ് പുറത്ത് ഇവർക്ക് വേണ്ടി വാദിക്കുന്നത് സാർ. BJPയും കോൺഗ്രസും ഒരുമിച്ച് ചേർന്ന് വാദിക്കുന്നു സാർ. ഇതിനകത്തിരിക്കുന്ന എത്രയാൾ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് കോൺഗ്രസിനകത്ത് ഉണ്ടാവുന്ന ഒരു ഉറപ്പുമില്ല സാർ. ഇതിനകത്തിരിക്കുന്ന എത്രയാൾ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് കോൺഗ്രസിനകത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എത്ര പേരുണ്ടാവുന്ന ഉറപ്പില്ല സാർ. കാരണം ആസാമിലെ PCC പ്രസിഡന്റ് അല്ല നോക്കാൻ, ആസാമിലെ PCC പ്രസിഡന്റ് ചെറിയ ആളല്ലല്ലോ. ഓരോ സംസ്ഥാനത്തെയും പല മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും മറ്റുള്ളവരൊന്നും ചെറിയ ആളുകളല്ലല്ലോ സാർ. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ എത്രയായാലും അതുകൊണ്ട് BJP ആയിട്ടൊരു ചെറിയ സോഫ്റ്റ് പാലം ഉണ്ടാക്കുന്നത് നല്ലതാണ്. BJP പറയുന്ന ആർഗ്യുമെന്റ് സഭയ്ക്കകത്ത് വന്ന് പറയുന്നത് വെറുതെ അല്ല, ഈ കാര്യങ്ങൾ കൂടി ചെയ്യാനാണ് സാർ. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആസാമിലെയും ആന്ധ്രയിലെയും തെലങ്കാനയിലെയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ആ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങോട്ട് പോകുന്ന കാര്യമുണ്ട്. അതുകൊണ്ട് സാർ, ഇത്രയും നിലവാരമില്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ഇവരുടെ ഉദ്ദേശം ഈ ശൂരന്മാരായ ആളുകൾ കോൺഗ്രസിൽ നിന്ന് എവിടെ നിൽക്കുന്ന അറിയില്ല സാർ. അതുകൊണ്ടാണ് ഇവർ ചോദ്യം കേരളത്തിലെ ഗവൺമെന്റിന്റെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യത്തിനെടുക്കുന്ന നിലപാടാണ് സാർ. ഇവിടെ സാർ തൊട്ടു മുന്നിൽ നിൽക്കുന്ന ആളെ പോലും കാണാത്ത ഉരുളന്മാരെ പോലെ പെരുമാറുന്ന കാര്യമാണ്. എവിടെ പോയി പാലോവാൻ പറഞ്ഞാൽ പാലോവാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ആ കണ്ണാടി ഒന്ന് ശരിക്കും ഇങ്ങോട്ട് നോക്ക്. പാലോവാൻ ഇതുപോലെ കാണുന്നുണ്ട് സാർ. ഇതുപോലെ കാണാത്തവരാണ് നീതി നടപ്പിലാക്കാൻ നിൽക്കുന്നത്. ബാലഗോപാലാണ് ഇവിടെ നിൽക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ കാണാം. ബഹുമാനപ്പെട്ട മെമ്പർ തിരിച്ചു കണ്ണാടി ഒന്ന് എടുത്തു വെച്ചിട്ട് നോക്ക്, ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് എവിടെ പോയി കൂടുള്ളവരെന്ന് അന്വേഷിച്ചാൽ മതി. ചിലരൊക്കെ BJP പോയി എന്റെ ഓരോ സ്ഥലത്തുണ്ട്. അതുകൊണ്ട് വേറെ കാര്യങ്ങൾ പറയണ്ട. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന എന്നെ പോലും കാണാത്ത ആളുകളാണ്. എന്നെ പോലും കാണാൻ കഴിയാത്ത ആളുകൾ ഇവരെന്താ കാണുന്നത്? അപ്പൊ ഇവരെ ഇതെല്ലാം തമസ്കരിക്കാൻ ശ്രമിക്കുകയാണ്. ഒന്ന് ശരിക്കും നോക്കിക്കോളൂ. ഇവിടെ നിപ്പുണ്ട് സാർ. ഇപ്പൊ മനസ്സിലായല്ലോ സാർ. ഇത്രയാണ് സാർ അടിസ്ഥാനം. എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത്, എന്താണ് അടിസ്ഥാനം, എന്താണ് അർത്ഥം എന്നൊക്കെ അറിയാതെ അതിനെ കൂടെ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ മുദ്രമിക്കുന്നുള്ളൂ. എത്ര കഷ്ടമാണ് സാർ. ഇവരെപ്പോലുള്ള ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. എത്ര കഷ്ടമാണ് സാർ. ഈ ചോദ്യത്തിന്റെ കാര്യത്തിനകത്ത് വിശദമായ മറുപടി ഉണ്ട് സാർ.
ആ മറുപടി അവർക്ക് ആവശ്യമില്ല, പക്ഷെ കേരളത്തിന് ആവശ്യമുണ്ട്. സാർ, കേരളത്തിന്റെ കയറ്റുമതി ഈ വർഷം 89% വർദ്ധിച്ചെന്നുള്ള ആൻസർ ഞാൻ ആദ്യം കൊടുത്തു. 89%മാണ് കേരളത്തിന്റെ കയറ്റുമതി ഈ വർഷം വർദ്ധിച്ചത്. അതൊന്നും അവർ ചോദിക്കാൻ തയ്യാറുണ്ട്. സാർ, ഇവിടെ നികുതി പിരിവ് കാര്യക്ഷമമാക്കുന്നതിനെ പറ്റിയുള്ള ചോദ്യമാണ്. അതിനകത്ത് വളരെയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ വിശദാംശങ്ങളും പറയുന്നില്ല സാർ. കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി GST വകുപ്പിനെ പുനഃസംഘടിപ്പിച്ചു. ടാക്സ് പെയർ സർവീസ്, ഓഡിറ്റ്, ഇന്റലിജൻസ് ആൻഡ് എൻഫോഴ്സ്മെന്റ് എന്നീ 3 വെർട്ടിക്കലുകളായി തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓരോ വിഭാഗങ്ങളും നികുതി പിരിവ് ഊർജിതമാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ടാക്സ് പെയർ സർവീസസ് വെർട്ടിക്കലുകൾ നികുതിദായ റിട്ടേണുകൾ യഥാസമയം ഫയൽ ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും പ്രസ്തുത റിട്ടേണുകൾ പരിശോധിച്ച് നികുതി അടയ്ക്കുകയും ചെയ്തു. സാർ, വളരെ വലിയ ആൻസർ ആണ് ഓരോ വിഭാഗത്തെ സംബന്ധിച്ച്. ഞാനത് ടേബിൾ ചെയ്യുകയാണ്. സാർ, നമ്മൾ ഈ IT റിവേഴ്സൽ ഉൾപ്പെടെ GST റിവേഴ്സൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് കോടി രൂപ ഓരോ വർഷവും പ്രത്യേകമായി മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. പിരിവ് തട്ടിപ്പുണ്ടാവുന്ന സ്ഥലങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്തിയിട്ടുണ്ട്. വിവിധ കേസുകൾ എടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി വരുമാനം വരുത്തിയിട്ടുണ്ട് ഓരോ വകുപ്പുകളും. സാർ, അത് ടേബിൾ ചെയ്യാം. സാർ, ശ്രീ മുരളി പെരുമല്ലി. സർ, സ്വർണ്ണവില വാണം പോലെ ഇങ്ങനെ മേലോട്ട് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുക്കുപണ്ടത്തിന്റെ വില പോലും ഇല്ലാതെ കേരളത്തിലെ പ്രതിപക്ഷം താഴോട്ട് ഇങ്ങനെ കിനിഞ്ഞിറങ്ങുകയാണ്. അതിലുള്ള വേവലാതിയാണ് സാർ ഇപ്പൊ ഈ നടുക്കളത്തിൽ കാണാൻ കഴിയുന്നത്. സാർ, GST നിരക്ക് പരിഷ്കരിച്ചെങ്കിലും കൂടുതൽ കാലം ഇതിന്റെ ആനുകൂല്യം ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ഈ GST ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സ്റ്റേറ്റ് ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി വഴി ഈ വർഷം ഇതുവരെ എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. സാർ, ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ GST നിരക്കിനകത്ത് വരുത്തിയ മാറ്റം സാധാരണ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നില്ല. സാർ, ഈ നിയമം നടപ്പിലാക്കുന്ന സമയത്ത് 14% സാർ നമ്മുടെ ഈ RNR റവന്യൂ ന്യൂട്രൽ റേറ്റ് 14% ശരാശരി ടാക്സ് ഉണ്ട്. അതിനുശേഷം അത് 11.5% കുറച്ചു സാർ. സംസ്ഥാനങ്ങളുടെ വരുമാനം കുറഞ്ഞു, സെൻട്രലിന്റെ വരുമാനം. സാർ, ഈ കഴിഞ്ഞത് അമേരിക്കയുടെ നിർദ്ദേശം അനുസരിച്ച്, ട്രംപിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് GST റേറ്റ് കുറയ്ക്കാൻ വേണ്ടി തയ്യാറായി. ഇന്റേണൽ താരിഫും എക്സ്പോർട്ട് ഇമ്പോർട്ട് താരിഫും കുറച്ചു സാർ. അപ്പൊ അങ്ങനെ ഈ 2 കാര്യങ്ങൾ കുറച്ചു. കേരളത്തിലെ പശു കൃഷിക്കാർക്ക് മാത്രം 10 ലക്ഷം കൃഷിക്കാർക്ക് പശുവിന്റെ പാലിന് ഇപ്പൊ 60 രൂപ വിലയുള്ളത് 30 രൂപയായി കുറയും സാർ. കാരണം സാർ, ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല സാർ. അവര് പശു കൃഷിക്കാരുടെ, റബ്ബർ കൃഷിക്കാരുടെ, നെൽകൃഷിക്കാരുടെ ഒന്നും ആളുകളല്ല. അതുകൊണ്ട് അവർക്ക് ഇതൊന്നും പ്രശ്നമല്ല സാർ. പക്ഷെ അങ്ങനെ കുറച്ചതിന്റെ ഭാഗമായി നമ്മുടെ നികുതി നിരക്ക് ഏറ്റവും ഒടുവിൽ GST റേറ്റ് കുറച്ചു സാർ. GST റേറ്റ് ഇന്ത്യയിലാകെ കുറച്ചതിന്റെ ഭാഗമായി 2,30,000 കോടി കിട്ടിയിരുന്ന ഒരു മാസം ഇന്ത്യയിലാകെ GST കിട്ടിയിരുന്നത് ഈ കുറച്ചതിന് തൊട്ടടുത്ത മാസം 1,72,000 കുറഞ്ഞു സാർ ഇന്ത്യയിലാകെ. എന്നാൽ കേരളത്തിൽ ആ കുറവിന് ആനുപാതികമായി കുറവ് വന്നില്ല എന്നുള്ള സന്തോഷകാര്യം ഞാനിവിടെ പറയുകയാണ്. എന്നാൽ അദ്ദേഹം ചോദിച്ച പോലെ ആന്റി പ്രോഫിറ്റിയറിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം കേന്ദ്ര ഗവൺമെന്റ് നിർത്തിക്കളഞ്ഞു. ആന്റി പ്രോഫിറ്റിയറിംഗ് കമ്മിറ്റി വേണമെന്ന് കേരളം ആവശ്യപ്പെട്ടു. കാരണം ഈ ടാക്സ് കുറഞ്ഞതിന്റെ ഗുണം സാധാരണക്കാർക്ക് കിട്ടുന്നതേ ഇല്ല. ഇടയ്ക്കുള്ള കമ്പനികൾ, പിന്നെ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ അതിന് ലാഭം എടുക്കണം സാർ. പക്ഷെ ആന്റി പ്രോഫിറ്റിയറിംഗ് കമ്മിറ്റി നിർത്തിക്കളഞ്ഞു. അതുകൊണ്ട് ആ പരിശോധന നടക്കുന്നില്ല. അതുകൊണ്ട് ബിസിനസ്സുകാർ, വലിയ കമ്പനികള് സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന പോലെ ടാക്സ് സമ്പ്രദായം അവരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യുന്നതിന്റെ അപകടം നമ്മുടെ കസ്റ്റമേഴ്സ് അനുഭവിക്കുകയാണ്. കേരളം ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകൾ, കേരളവും കർണാടകവും ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകൾ ഈ കാര്യം പറഞ്ഞിരുന്നു, അവിടെ ശക്തമായി പറഞ്ഞിരുന്നു ആന്റി പ്രോഫിറ്ററിംഗ് കമ്മിറ്റിയുടെ കാര്യത്തിൽ. പക്ഷേ ദൗർഭാഗ്യവശാൽ അതൊന്നും ഇവിടെ പ്രശ്നമല്ല കോൺഗ്രസിനുള്ളതുകൊണ്ട്. ഞാൻ കോൺഗ്രസിന്റെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്ത കാര്യവും നല്ല കാര്യമാണ് പറഞ്ഞത്. അതൊന്നും ഇവിടെ നിങ്ങൾക്ക് പ്രശ്നമല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് സാർ സ്ഥിതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, കേന്ദ്ര സർക്കാർ നൽകി വന്നിരുന്ന GST നഷ്ടപരിഹാര കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനത്തിൽ എത്ര ശതമാനം കുറവ് വന്നിട്ടുണ്ട്? ഇത് പരിഹരിക്കാൻ എന്തെല്ലാം നടപടികളാണ് സർക്കാർ എടുക്കുന്നത് വ്യക്തമാക്കാം. സാർ, GST നടപ്പിലാക്കിയ സമയത്ത് 5 വർഷക്കാലം കൊണ്ട് GST നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നഷ്ടം പരിഹരിക്കപ്പെടുമെന്നാണ് കേന്ദ്രം കണക്കുകൂട്ടിയത്, അല്ലെങ്കിൽ കൗൺസിൽ. സാർ, അങ്ങനെ 5 വർഷം നമുക്ക് നഷ്ടപരിഹാരം കിട്ടിയിരുന്നു. ശരാശരി ഏറ്റവും അവസാനത്തെ വർഷങ്ങളിൽ കിട്ടിയത് 12,000 കോടിയാണ് സാർ ഒരു വർഷം. പക്ഷെ 2022 ഈ GST നഷ്ടപരിഹാര സമ്പ്രദായം നിർത്തി. അതിനുശേഷം നമുക്ക് ശരാശരി 12,000 മുതൽ 15,000 കോടി വരെ ഒരു വർഷം നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നു സാർ. ഇപ്പൊ വീണ്ടും ഈ GST റേറ്റ് കുറച്ചതിന്റെ ഭാഗമായി 8,000 കോടി കൂടി ഒരു വർഷം അധികം വരും സാർ. അപ്പൊ ചുരുക്കത്തിൽ GST വരുന്നതിന് മുമ്പ് ഒരു വർഷം കിട്ടിയിരുന്ന, അല്ലെങ്കിൽ ഇപ്പൊ വരാവുന്ന ഗ്രോത്തിൽ നിന്നും 20,000 കോടി ഒരു വർഷം കേരളത്തിന് മാത്രം നഷ്ടം വരികയാണ് സാർ. ആ നഷ്ടം വരുന്നത് നമ്മൾ കടന്ന് പിടിച്ചു നിൽക്കുന്ന, നമുക്ക് റേറ്റ് ഒന്നും കൂട്ടാൻ പറ്റില്ല സാർ. നമ്മളൊരു ചാർജും കൂട്ടാൻ പറ്റില്ല. റേറ്റ് നമ്മളല്ല ഫിക്സ് ചെയ്യുന്നത്, GST കൗൺസിൽ സാർ. നമ്മൾ നമ്മുടെ കളക്ഷൻ ഇൻക്രീസ് ചെയ്യുകയും ടാക്സ് നോൺ ടാക്സ് വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായി നമ്മുടെ
47,000 കോടിയായിരുന്നു നമ്മുടെ ടാക്സ് വരുമാനം 2021. അത് 47,000 എന്നുള്ളത് ഒരു 80,000 കോടിയിലേക്ക് ഈ വർഷം എത്തും. നോൺ ടാക്സും ടാക്സും കൂടി 54,000 കോടി ആയത് 1,10,000 കോടിയിലേക്ക് എത്തുമെന്ന നിലയിലേക്ക് സാർ ആ ഇൻക്രീസ് വന്നിട്ടുണ്ട്. ആ ഇൻക്രീസ് വന്നതുകൊണ്ടാണ് ഒരു വർഷം 50,000 കോടി വെച്ച് അവർ കുറയ്ക്കുന്നത്. ഇപ്പൊ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ ഇവിടെ സർക്കാർ ഈ കാര്യങ്ങളൊക്കെ ഈ ബുദ്ധിമുട്ടിക്കാൻ അവർ ശ്രമിക്കുമ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഇത്രയും പ്രശ്നങ്ങൾ വരുമ്പോൾ പല സ്റ്റേറ്റുകളും സാർ സാക്ഷാൽ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ ശമ്പളം കൊടുക്കുന്നില്ല സാർ. കൃത്യമായി കോൺഗ്രസ് ഭരിക്കുന്ന 3 സ്റ്റേറ്റിൽ ഹിമാചൽ പ്രദേശിൽ ശമ്പളം കൃത്യമായി കൊടുക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ എന്തോന്ന് അറിയില്ല. രണ്ടാമത് സാർ തെലങ്കാന ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. അവിടെ കൃത്യമായി 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ പറ്റും. സാർ ഇവിടെ ഇത്രയും വെട്ടിക്കുറച്ചിട്ടും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നെന്ന് മാത്രമല്ല സാർ, കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, അങ്ങ് കണ്ടു, DA കൊടുക്കില്ല. DAയുടെ എല്ലാ ഗഡുക്കളും കൊടുക്കുമെന്ന് പറഞ്ഞു. ഈ മാസം 1-ാം തീയതി, അടുത്ത മാസം 1-ാം തീയതി DAയുടെ 3% കൊടുക്കും. ഏപ്രിൽ 1-ന് 10% കൂടെ കൊടുക്കും. അങ്ങനെ മുഴുവൻ DA ഗഡുക്കളും കൊടുക്കുമെന്നുള്ളത് പറഞ്ഞു. അത് നടപ്പിലാക്കാനായിട്ട് ഓർഡർ വിട്ടു സാർ. ലോകം സാമ്പത്തിക മാന്ദ്യത്തിന്റെ നിഴലിലായിരുന്നപ്പോഴും ആഗോള രാഷ്ട്രീയ അസ്ഥിരതകൾ വിപണികളെ ഉലച്ചപ്പോഴും കഴിഞ്ഞ 4 വർഷമായി ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന പദവി ഇന്ത്യ കാത്തുസൂക്ഷിക്കുകയാണ്. ലോകത്തിന്റെ സാമ്പത്തിക എഞ്ചിനായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് 2005-ലും നാം കണ്ടത്. ആഗോളതലത്തിൽ പല വികസിത രാജ്യങ്ങളും സാമ്പത്തിക മാന്ദ്യത്തെയും ഭൗമ രാഷ്ട്രീയ തർക്കങ്ങളെയും ഭയപ്പെടുമ്പോൾ ഇന്ത്യ തുടർച്ചയായ 4-ാം വർഷവും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ എന്ന പദവി നിലനിർത്തുകയാണ്. കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ യഥാർത്ഥ GDP വളർച്ച 7.4% ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്താരാഷ്ട്ര നാണയനിധി പോലും ഇന്ത്യയുടെ വളർച്ചാ സാധ്യതകളെ മുൻനിർത്തി തങ്ങളുടെ പ്രവചനങ്ങൾ തിരുത്തി കഴിഞ്ഞു. 2026ഓടെ ജപ്പാനെ മറികടന്ന് ലോകത്തിലെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുമെന്നത് കേവലം ഒരു സ്വപ്നമല്ല, മറിച്ച് അടുത്തു തന്നെ സംഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ മഹാപ്രയാണത്തിന് പിന്നിൽ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾക്കും വലിയ പങ്കുണ്ട്. ഓരോ സംസ്ഥാനത്തിൻ്റെയും സാമ്പത്തിക ശേഷിയും സംഭാവനയും വ്യത്യസ്തമാണ് എന്നതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ ഈ വളർച്ചയെ സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ ഉൾക്കൊള്ളുന്ന മഹാരാഷ്ട്ര തന്നെയാണ് ഇത്തവണയും പട്ടികയിൽ ഒന്നാമത് നിൽക്കുന്നത്. 45.32 ലക്ഷം കോടി രൂപയുടെ മൊത്ത സംസ്ഥാന ആഭ്യന്തര ഉൽപ്പാദനം രേഖപ്പെടുത്തിക്കൊണ്ട് മഹാരാഷ്ട്ര ഇന്ത്യയുടെ സാമ്പത്തിക ചക്രം തിരിക്കുന്നു. ഒരു രാജ്യത്തിന് തുല്യമായ സാമ്പത്തിക ശേഷിയാണ് ഇങ്ങനെയാണ് 2 ഗഡുക്കളായിട്ട് അവർ കൊണ്ടുവന്നത്. അതുകൊണ്ട് നല്ല വരുമാന നഷ്ടമുണ്ട് സാർ. സാർ ഈ പല കാര്യങ്ങളും ഇവർ ഓർമ്മിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഇന്ന് വന്നൊരു വിവരം കൂടി പറയാം സാർ. സാർ ഇന്ന് ഈ കരുവന്നൂർ ഇലക്ഷന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. വലിയ കോലാഹലമായിരുന്നല്ലോ. അവിടെ തെറ്റ് കാണിച്ചവരുടെ പേര് നടപടിയെടുക്കുമെന്ന് സർക്കാർ പറഞ്ഞു. അവിടെ സാർ കോൺഗ്രസ് മത്സരിച്ചില്ല. എന്നാണ് വിവരം. കോൺഗ്രസ് അവിടെ മത്സരിച്ചില്ലല്ലോ. കോൺഗ്രസ് BJPക്ക് വോട്ട് ചെയ്തു. നിങ്ങൾക്ക് ലജ്ജയുണ്ടോ? മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് ലജ്ജയുണ്ടോ? സാർ അവിടെ കോൺഗ്രസ് മത്സരിച്ചില്ല. ആ വോട്ട് ഇവിടെ ലീഗിന് ചെയ്തു. പക്ഷെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷം ജയിച്ചു. ആ കരുവന്നൂരിലെ കുറ്റം കാണാതെ നടപടിയെടുത്തു. അവിടെ പണമെല്ലാം കൊടുത്തു. അതുകൊണ്ട് ലജ്ജയില്ലാതെ അവിടെ കോൺഗ്രസും ലീഗും കൂടി BJPക്ക് വോട്ട് ചെയ്തതിൽ നിന്ന് ഇതാണല്ലോ സാർ നടക്കുന്നത്. ഈ പ്ലാനാണ് സാർ ഇതെല്ലാം. ശ്രീ CK ഹരീന്ദ്രൻ ചുമതലപ്പെടുത്തിയ പ്രകാരം KP കുഞ്ഞമ്മദ് മാസ്റ്റർ. ഒരു നാറിയ ഭരണമുണ്ടായിരുന്നു. 2011 മുതൽ 16 വരെയുള്ള ഭരണം നാറിയ ഭരണമെന്ന് കേരളീയർ മുഴുവനും അംഗീകരിച്ചാണ്. കേരള നിയമസഭയുടെ രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ നാറിയ ഭരണത്തിന്റെ തുടർക്കഥകൾ നമുക്ക് കാണാൻ കഴിയും. ആ നാറിയ ഭരണം വീണ്ടും കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. അതിൽ യാതൊരു സംശയവുമില്ല. നടുത്തളത്തിലിറങ്ങി എന്തെല്ലാം കോപ്രായങ്ങൾ നിങ്ങൾ കാണിച്ചാലും ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. LDF 3ാം തവണയും അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. എന്റെ ചോദ്യം ഇതാണ് സർ. GST നിരക്ക് പരിഷ്കരണം മൂലം കേരളത്തിന്റെ വാർഷിക നികുതി വരുമാനത്തിൽ എത്ര തുകയുടെ കുറവുണ്ടാകുമെന്ന് വ്യക്തമാക്കാമോ? മിനിസ്റ്റർ. സാർ ഏറ്റവും ഒടുവിൽ വന്ന പരിഷ്കരണം ഞാൻ പറഞ്ഞു. നേരത്തെ ഒരിക്കലും അവർ പരിഷ്കരിച്ചു. GST കൊണ്ടുവന്നതിന്റെ ഭാഗമായി സെയിൽ ടാക്സിന്റെയും വാറ്റിന്റെയും സമയത്തൊന്നും സംസ്ഥാനത്തിന് ശരാശരി 12,000 മുതൽ 15,000 കോടി വരെ നഷ്ടമുണ്ടായിരുന്നു. സാർ അതിനുശേഷം 2 തവണ അവർ റേറ്റ് പരിഷ്കരിച്ചു.
ഏറ്റവും കൂടുതൽ റേറ്റ് പരിഷ്കരണം വഴി ശരാശരി ഒരു വർഷം 8,000 കോടിയുടെ നഷ്ടം കേരളത്തിന് ഉണ്ടാവുമെന്നാണ് സർ കണക്കാക്കിയിരിക്കുന്നത്. 8,000 കോടിയുടെ കണക്കാണ് നമ്മൾ ഗിഫ്റ്റ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ സ്റ്റഡി നടത്തിയിട്ട് പറഞ്ഞേക്കുന്നത്. ആ നഷ്ടം വരുന്നത് നമ്മളെ നല്ലപോലെ ബാധിക്കും. ശ്രീ കെ ബാബു നെന്മാറ. സാർ, നാട്ടിൻപുറങ്ങളിലെ ഉത്സവ പറമ്പുകളിൽ പോക്കറ്റടിക്കാരന്റെ റോളാണ് സാർ ഇപ്പൊ UDF-നുള്ളത്. പോക്കറ്റടിച്ച പണവുമായി മുങ്ങുന്ന ആ പോക്കറ്റടിക്കാരനെ പോലെ സാക്ഷാൽ ശ്രീധർമ്മ ശാസ്താവിന്റെ സ്വർണം കട്ടവന് ആ കാട്ടുവെള്ളന്മാർക്ക് കഞ്ഞിവെച്ച UDF ആണ് ഇപ്പോ സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ LDF-നെ നോക്കി കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു പോകുന്നത്. അത് നാട്ടുകാർ തിരിച്ചറിയുന്നുണ്ട് സാർ. സാർ, എന്റെ ചോദ്യത്തിന് മുൻപ് ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. നികുതി പിരിക്കുന്നവർക്കും നികുതി കൃത്യമായി കൊടുക്കുന്നവർക്കും സമ്മാനം നൽകുന്നതിന് വേണ്ടി ബഡ്ജറ്റിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി സമ്പത്ത് മാറ്റിവെച്ച് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുന്നു. സാർ, GST നിരക്കുകൾ പരിഷ്കരിക്കാനുള്ള അധികാരം ഏത് സമിതിക്കാണെന്നും ഈ അധികാരത്തിന്മേൽ കേന്ദ്ര സർക്കാർ കടന്നുകയറ്റം നടത്തുന്നുണ്ടോ? സഭയിൽ പ്രക്ഷുബ്ധം തുടരുകയാണ്. പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങുന്നു. എന്തായാലും ചോദ്യോത്തര വേളയിൽ സ്തംഭിപ്പിക്കുകയാണ് പ്രതിപക്ഷം എന്നത് തന്നെ കരുതിയതുപോലെ തന്നെയാണ്. ശബരിമല വിഷയം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം വിഷയങ്ങൾ ഉയർത്തുന്നത്. തന്ത്രിയുടെ അറസ്റ്റാണ് പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്യുന്നതാണ് നിയമസഭയിൽ നിലവിൽ നടക്കുന്ന കാര്യങ്ങൾ. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകൾ ഒപ്പം നിർത്താൻ ശ്രമങ്ങൾ ഊർജിതമാക്കി BJP. ക്രൈസ്തവ സഭാ നേതാക്കളുമായി ചർച്ചകൾക്കായി കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമകാര്യമന്ത്രി കിരൺ റിജിജു കേരളത്തിലെത്തി. ഉച്ചയ്ക്ക് 2 മണിക്ക് സിറോ മലബാർ സഭ ആസ്ഥാനമായ കാക്കനാട് സെന്റ് തോമസ് മൗണ്ട് കിരൺ റിജിജു സന്ദർശിക്കും. ഡാനി പോൾ ചേരുന്ന വിശദാംശങ്ങളുമായി. ഡാനി, കൊച്ചിയിൽ പ്രത്യേകിച്ച് 2020 വരവ് അത് BJPക്ക് വലിയ ശക്തി ഉയർത്തി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജുയുടെ വരവും. എന്താണ് BJPയുടെ ലക്ഷ്യങ്ങൾ? കിരൺ റിജിജുവിന്റെ ഇന്നത്തെ വരവ് പ്രധാനമായും തന്നെ NDAയുടെ 2 പ്രധാനപ്പെട്ട പരിപാടികൾ, അതോടൊപ്പം തന്നെ സിറോ മലബാർ സഭ ആസ്ഥാനത്തെ സന്ദർശനം ഇതാണ് അദ്ദേഹത്തിന്റെ അജണ്ടയിൽ വന്നിട്ടുള്ള പരിപാടികൾ. ഇതിൽ സിറോ മലബാർ സഭ ആസ്ഥാനത്ത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സന്ദർശനം നടത്തുകയും മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ അദ്ദേഹം സന്ദർശിക്കുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സിറോ മലബാർ സഭ ആസ്ഥാനത്ത് ഇതിനു മുൻപും BJP നേതാക്കളുടെ സന്ദർശനങ്ങൾ പലകുറി ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കൂടുതൽ ഒരു ഊഷ്മളമായ ബന്ധം നിലനിർത്തുക എന്നത് ഉദ്ദേശത്തോടുകൂടി ഒരു സന്ദർശനം ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് BJP NDA മധ്യ കേരളത്തിൽ ശക്തിപ്പെടുത്തുക എന്നൊരു ലക്ഷ്യവുമായിട്ട് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ക്രൈസ്തവ മേലധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ചകൾ BJPയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. എറണാകുളം, അതോടൊപ്പം തന്നെ കോട്ടയം തുടങ്ങിയ മേഖലകൾ, ഇതെല്ലാം തന്നെ മധ്യ കേരളം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ കൂടുതൽ ക്രൈസ്തവ വോട്ടുകൾ ഒരു ശാക്തീകരണം തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു സന്ദർശനവും ആ രീതിയിൽ തന്നെയാണ് കാണേണ്ടതും വിലയിരുത്തപ്പെടുത്തേണ്ടതും. ഏതായാലും ഇന്ന് പ്രധാനപ്പെട്ട പരിപാടികൾ എന്ന് പറയുന്നത് NDAയുടെ മധ്യ കേരളത്തിലെ ഒരു പ്രവർത്തന ഓഫീസ് അത് തൃക്കാക്കരയിൽ ഉദ്ഘാടനം ചെയ്യുന്നു എന്നതാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഇവരുൾപ്പെടുന്ന ഒരു വാർത്താ സമ്മേളനവും ഇന്ന് വിളിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ 2020 ചെയർമാൻ സാബു ജേക്കബ്, തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവരെല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നു എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 2020യുടെ വരവ് കൂടുതൽ വോട്ടുകൾ ക്രൈസ്തവ ഭാഗത്തു നിന്നുള്ള വോട്ടുകൾ കൂടുതൽ എത്തുന്നതിനെല്ലാം തന്നെ സഹായകരമാകും എന്ന രീതിയിലുള്ളൊരു വിലയിരുത്തൽ BJP നേതൃത്വത്തിന് ഉണ്ട്. ഏതായാലും ഈ സന്ദർശനവും അതിനോടൊപ്പം നടക്കുന്ന ചർച്ചകളും എല്ലാം അതിലേക്ക് ഉപകരിക്കും, അതിലേക്ക് ഒരു പാലമാകുമെന്നൊരു പ്രതീക്ഷയാണ് BJP നേതാക്കൾക്കുള്ളത്. മറ്റ് സഭകൾ, ഇതര സഭകളുടെ പ്രത്യേകിച്ച് ലത്തീൻ സഭയോ മറ്റ് എവിടെയെങ്കിലോ സന്ദർശനത്തിന്റെ കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ അവർ അറിയിച്ചിട്ടില്ല. നിലവിൽ അറിയിച്ചിരിക്കുന്നത് സിറോ മലബാർ സഭ ആസ്ഥാനത്തുള്ള സന്ദർശനം മാത്രമാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ന്യൂനപക്ഷം കൈകാര്യം ചെയ്യുന്ന മന്ത്രി തന്നെ നേരിട്ട് ഇവിടെ എത്തുന്നു, അത് മതമേലധ്യക്ഷന്മാരെ കാണുന്നു എന്നത് ഏറെ പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ സന്ദർശനം വളരെ നിർണായകമാണ് എന്നതും കൂടി തന്നെയാണ് വിലയിരുത്തപ്പെടേണ്ടത്. ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രത്യേകിച്ച് 2020യുടെ വരവ് അത് മധ്യ കേരളത്തിൽ ഇന്ത്യക്ക് കൂടുതൽ ശക്തി നൽകാനുള്ള ഒരു സാഹചര്യം എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ സിറോ മലബാർ സഭ അധ്യക്ഷമായിട്ടുള്ള ചർച്ചയും കൂടി നടക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ ചർച്ച നടക്കുന്നതിന് ശേഷം ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകും. അതിനകത്ത് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത്. ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്.
സീറ്റ് വിഭജന ചർച്ചകളുടെ സമയക്രമം തീരുമാനിക്കാനും മേഖലാ ജാഥകളുടെ വിജയം വിലയിരുത്താനും ഇടതുമുന്നണി യോഗം ഇന്ന് ചേരും. സീറ്റ് വിഭജനത്തിൽ ഉഭയകക്ഷി ചർച്ചകൾ ഉടൻ ആരംഭിക്കും. CPI ആകും ആദ്യ ചർച്ച. CPI 25 സീറ്റിലാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. പ്രകടന പത്രിക തയ്യാറാക്കാനുള്ള സമിതിക്കും ഇടതുമുന്നണി രൂപം നൽകിയേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജന ചർച്ചകൾക്ക് വേഗം കൂട്ടാൻ UDF വ്യാഴാഴ്ച രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തും. കോൺഗ്രസ് നിർമ്മിക്കുന്ന വീടുകളുടെ തറക്കല്ലിടൽ ചടങ്ങിനാണ് രാഹുൽ എത്തുന്നത്. ചടങ്ങിൽ UDF നേതാക്കളെല്ലാം പങ്കെടുക്കും. മുസ്ലിം ലീഗ് നേതാക്കൾ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തും. ചേലക്കരയും കോങ്ങാടും വെച്ചുമാറുന്നതിൽ കോൺഗ്രസും ലീഗും ചർച്ച തുടരുകയാണ്. 2 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CMP. മട്ടന്നൂർ, ആറ്റിങ്ങൽ എന്നിവയ്ക്ക് പകരം 2 സീറ്റുകൾ വേണമെന്ന് RSP ആവശ്യപ്പെട്ടു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഇന്ന് ആരംഭിക്കും. ഇന്ന് വൈകിട്ട് ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമാകും. രാത്രി നടക്കുന്ന ചടങ്ങിൽ ആറ്റുകാൽ അംബ പുരസ്കാരം മോഹൻലാലിന് സമർപ്പിക്കും. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാലിലെ ഈ വർഷത്തെ ഉത്സവം ഇന്ന് വൈകിട്ട് 5:30 ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടുകൂടി ആരംഭിക്കും. ഇന്ന് രാത്രി നടക്കുന്ന കലാപരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങ് മോഹൻലാൽ നിർവഹിക്കും. ഇതേ ചടങ്ങിൽ തന്നെ ആറ്റുകാൽ അംബ പുരസ്കാരം മോഹൻലാൽ ക്ഷേത്രം ഭാരവാഹികളിൽ നിന്നും സ്വീകരിക്കും. ഇന്നു മുതൽ നടക്കുന്ന ഉത്സവം മാർച്ച് 4 വരെ നീണ്ടു നിൽക്കും. ഇതിലാണ് ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയും നടക്കുന്നത്. ഉത്സവത്തിന്റെ 3ാം ദിനമായ ഈ മാസം ഫെബ്രുവരി 25-നാണ് കുട്ടികളുടെ കുത്തിയോട്ട വൃദ്ധാരംഭം രാവിലെ 8:45 നടക്കുന്നത്. ഇത്തവണ 581 ബാലന്മാരാണ് ഈ വൃദ്ധാരംഭത്തിൽ പങ്കെടുക്കുന്നത്. എല്ലാ ദിവസവും, അതായത് ഉത്സവത്തിന്റെ എല്ലാ ദിവസവും തോറ്റമ്പാട്ട് അമ്പലത്തിൽ നടക്കും. ഈ ഫെബ്രുവരി 28-ാം തീയതിയാണ് ഈ ഒരു പാണ്ഡ്യരാജാവ് രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചു എന്ന പേരിൽ കോവലനെ വധിക്കുന്നത്. ആ കഥാഭാഗം പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ദുഃഖസൂചകമായി മാർച്ച് 1-ന് അമ്പലം, അതായത് നട വൈകിയേ തുറക്കുകയുള്ളൂ. രാവിലെ 7 മണിയോടുകൂടിയാണ് നട അന്ന് തുറക്കുക. കഴിഞ്ഞ തവണയേക്കാളും കൂടുതൽ ഭക്തജനങ്ങളെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഭാഗമായി കോർപ്പറേഷന്റെയും സർക്കാരിന്റെയും സംയുക്തമായുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതോടുകൂടി പൂർത്തീകരിച്ചു. പോലീസിന്റെ ഭാഗത്തു നിന്നും ആദ്യഘട്ടമായി 1500 പോലീസുകാരെയാണ് ഇവിടേക്ക് നിയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം പൊങ്കാലയോട് അടുപ്പിച്ച് 4000-ഓളം പോലീസുകാർ വീണ്ടും എത്തും. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല സമർപ്പണം മാർച്ച് 3-ാം തീയതിയാണ് നടക്കുക. അന്ന് സംസ്ഥാനത്തിന്റെ ഉടനീളമുള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ ഇവിടേക്ക് എത്തും. അതിനൊപ്പം തന്നെ അടുത്ത ദിവസം പുലർച്ചെ 1 മണിക്ക് നടക്കുന്ന കുരുതർപ്പണത്തോടുകൂടി ഈ വർഷത്തെ ഉത്സവം സമാപിക്കും. ക്യാമറമാൻ ബിബിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റവും വലിയൊരു അട്ടിമറിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സൂപ്പർ 8-ൽ ഇന്ത്യയുടെ ആദ്യത്തെ മത്സരം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം രാത്രി 7 മണിക്ക് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയുണ്ടായി. ആ മത്സരത്തിൽ ഇന്ത്യ തോറ്റത് 76 റൺസിനാണ്. ഇന്ത്യ സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല ഇതുപോലൊരു വലിയ തോൽവി. ഏകദേശം 2022 T20 ലോകകപ്പ് സെമി ഫൈനലിന് ശേഷം ഈ ICC T20 ലോകകപ്പിൽ തന്നെ ഇന്ത്യ കുറിക്കുന്ന ആദ്യത്തെ തോൽവി കൂടിയാണ്. 2024 ഒരു മത്സരം പോലും പരാജയപ്പെട്ടില്ല. 12 വിജയങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ഈ ഒരു പരാജയത്തിന്റെ രുചി അറിയുന്നത് എന്ന് പറയേണ്ടി വരും. 76 റൺസിന്റെ വലിയ തോൽവി. ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് -3 എത്തി നിൽക്കുകയാണ്. ഇനി ഇന്ത്യക്ക് തിരിച്ചു വരാൻ സാധ്യതകളുണ്ടോ? വളരെ ചുരുക്കം എന്ന് വേണം തന്നെ പറയാൻ. കാരണം ഇനിയുള്ള 2 മത്സരങ്ങൾ സൂപ്പർ 8-ലുള്ളത്, ഒന്ന് സിംബാബ്വെ, മറ്റൊന്ന് വെസ്റ്റ് ഇൻഡീസ് ആണ്. ഈ 2 മത്സരങ്ങളും ജയിച്ചാൽ മാത്രം പോലെ വലിയ മാർജിനിൽ ജയിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. മറ്റൊരു കാര്യം, സൗത്ത് ആഫ്രിക്ക ഇനി അടുത്ത വെസ്റ്റ് ഇൻഡീസ് മത്സരത്തിൽ പരാജയപ്പെടണമെന്നത് കൂടിയുണ്ട്. അതായത് ഇന്ത്യക്ക് ഇനി തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇന്ത്യ മാത്രം വിജയിച്ചാൽ പോരാ, മറ്റ് ടീമുകളുടെ റിസൾട്ട് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ നിലനിൽപ്പ് കൂടി സാധ്യമാകൂ എന്നത് വേണം തന്നെ പറയാൻ. 20-3 ആദ്യം സൗത്ത് ആഫ്രിക്ക ടോസ് നേടി ബാറ്റിംഗ് എടുത്തതിന് ശേഷം 20-3 വെട്ടിച്ചുരുക്കിയ സൗത്ത് ആഫ്രിക്കയെ പിന്നീട് ട്രിസ്റ്റൻ സ്റ്റബ്സും ഡേവിഡ് മില്ലറും കൂടി ചേർന്നെടുത്ത് സൗത്ത് ആഫ്രിക്ക ഒരു വലിയ ടോട്ടലിലേക്ക് കൊണ്ട് ഉയർത്തിയപ്പോൾ ഇന്ത്യക്കും അതുപോലെ സമാനമായ സാഹചര്യം ഉണ്ടായി. പക്ഷേ എവിടെയാണ് ഇന്ത്യക്ക് പിഴച്ചതെന്നൊരു വലിയ ചോദ്യം കൂടെ നിൽക്കുന്നുണ്ട്. ബാറ്റിംഗിലാണോ, ബൗളിംഗിലാണോ, ടീം സെലക്ഷനിലാണോ എന്ന് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ. ചേസ് ഡൗൺ ചെയ്യാൻ വിരാട് കോഹ്ലിയെ പോലൊരു പ്ലെയർ ഇല്ലാത്തത് ഇന്ത്യക്ക് വലിയ ക്ഷീണമായെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. T20 ലോകകപ്പിൽ പ്രത്യേകിച്ച് 3
തവണയാണ് 160 മുകളിലുള്ള സ്കോർ ഇന്ത്യ ചേസ് ഡൗൺ ചെയ്തിരിക്കുന്നത്. അത് 3 തവണയും അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിജയശില്പിയായി മാറിയിരുന്നത് വിരാട് കോഹ്ലിയാണ്. അപ്പോൾ കോഹ്ലിയെ പോലൊരു പ്ലെയർ ഇന്ത്യക്ക് മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരക്കെ വീഴുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഈ തോൽവി നിസ്സാരമായി കാണാൻ സാധിക്കില്ല. 12 മത്സരങ്ങൾക്ക് ശേഷം ഒരു തോൽവിയല്ലേ, അത് സ്വാഭാവികമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാണം കെട്ട ദയനീയ തോൽവിയാണ് കഴിഞ്ഞ ദിവസം ഹോം ഗ്രൗണ്ടിൽ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ അത്രയും നീലക്കടലിന് മുന്നിൽ വെച്ച് ഇന്ത്യ നടത്തിയത് എന്നതും കൂടി പറയേണ്ടിയിരിക്കുന്നു. എന്നോടൊപ്പം BCCI മാച്ച് റഫറിയായ പി രംഗനാഥൻ സർ കൂടിയുണ്ട്. ശ്രീ പി രംഗനാഥൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 12 മത്സരങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ തോൽക്കുന്നത്. പക്ഷേ തോൽക്കുന്നത് സൂപ്പർ 8ലെ പ്രധാനപ്പെട്ട മത്സരമാണ്. ഇന്ത്യയുടെ ഭാവി തന്നെ വലിയൊരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ്. ഒരു ഡിഫെൻഡിങ് ചാമ്പ്യൻസിന് തുടർന്ന് അങ്ങോട്ടുള്ള വേൾഡ് കപ്പിൽ ജയിക്കാൻ കഴിയില്ല എന്നുള്ള ചരിത്രം ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ക്രിക്കറ്റിൽ ഒരു പരാജയം അനിവാര്യമാണ്. കാരണം ഇന്നലെ ഒരു മികച്ച രീതിയിൽ സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റർമാരുടെ പോരാട്ടം അതാണ് എടുത്തു പറയേണ്ടത്. കാരണം 3 വിക്കറ്റ് നഷ്ടപ്പെട്ട് അവരതിൽ നിന്നാണ് പിന്നീട് മില്ലറും സ്റ്റബ്സും കൂടാതെ ബ്രെവിസും ചേർന്നുള്ള ആ ഒരു ബാറ്റിംഗ് നിര ഏറ്റവും മികച്ച രീതിയിൽ അവരുടെ മധ്യനിര വളരെ സ്ട്രോങ് ആയിട്ട് കളിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത് ഒരു നല്ല സ്കോറിലോട്ട് അവർക്ക് എത്തപ്പെടാൻ സാധിച്ചു. 187 എന്നുള്ളത് നല്ലൊരു ടോട്ടലാണ്. കാരണം തിരിച്ച് ബാറ്റ് ചെയ്യുക, സൗത്ത് ആഫ്രിക്കയുടെ ബോളിംഗ് അറ്റാക്ക് നമുക്കറിയാം ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ബോളിംഗ് നിരയാണ്. പക്ഷെ ഇന്ത്യക്കും തുടക്കം പിഴച്ചു. പ്രത്യേകിച്ച് ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ, സൂര്യകുമാർ യാദവ് തുടങ്ങിയ ബാറ്റർമാരുടെ വിക്കറ്റുകൾ തുടർച്ചയായിട്ട് നഷ്ടപ്പെടുന്നു. പിന്നീട് ആ സ്കോർ മറികടക്കാനായിട്ട് ഒരു ഘട്ടത്തിലും ഇന്ത്യക്ക് സാധിച്ചില്ല. ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു പരാജയം. ഇന്ത്യ ആ ഒരു പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല. പ്രത്യേകിച്ച് മില്ലറിന്റെ ബാറ്റിംഗ് മികവ്, അതുകൂടാതെ ബ്രോയിസിന്റെ വളരെ അറ്റാക്ക് ചെയ്ത അദ്ദേഹത്തിന്റെ ആ ഒരു ഇന്നിങ്സ്, എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ ബോളർമാര് മികച്ചതായിട്ട് പന്ത് എറിഞ്ഞെങ്കിലും പിന്നീട് അവസാന ഓവറുകളിൽ വരുൺ ചക്രവർത്തി ഉൾപ്പെടെയുള്ളവർ ധാരാളം റണ്ണ് വിട്ടുകൊടുക്കുന്ന ഒരു പ്രവണത കാണാൻ സാധിച്ചു. പകരക്കാരനായിട്ട് വാഷിംഗ്ടൺ സുന്ദറിനെ എടുത്തു. അതും ഒരു പ്രയോജനമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയത്. ഒരു പക്ഷേ മറക്കാവുന്ന ഒരു ദിവസമായിട്ട് അല്ല, അത് തന്നെയാണ് ശ്രീ രംഗനാഥൻ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വാഷിംഗ്ടൺ സുന്ദർ ടീമിന് എന്തിനായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. പ്രധാനമായും ഒന്നുകിൽ 2 പ്രധാനപ്പെട്ട ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ പുറത്താക്കുക, ഒന്നിൽ ക്വിന്റൺ ഡീകോക്കിനെയോ അല്ലെങ്കിൽ റയൻ റിക്കിൾട്ടനെയോ ഉദ്ദേശിച്ചായിരിക്കാം. പക്ഷേ വാഷിംഗ്ടണ് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ സൂര്യകുമാർ നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ബാറ്റിങ്ങിൽ മുകളിലോട്ട് കയറ്റിവിട്ടെങ്കിൽ പോലും അതും മുതലാക്കാൻ വാഷിംഗ്ടൺ സാധിച്ചില്ല. പക്ഷേ ചോദ്യം, വാഷിംഗ്ടൺ വരുന്നത് പകരം ആർക്കാണ്? ഇന്ത്യൻ ടീമിന് വൈസ് ക്യാപ്റ്റനായ അക്സർ പട്ടേലാണ്. അതായത് വൈസ് ക്യാപ്റ്റനെ മാറ്റി നിർത്തി വരെ ടീമിൽ തുടർച്ചയായ 2 മത്സരങ്ങൾ, കഴിഞ്ഞ മത്സരം റെസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ തന്നെ വിളിക്കാം. പക്ഷേ ഈ മത്സരത്തിലും കൂടി അക്സർ പട്ടേൽ എന്ന വൈസ് ക്യാപ്റ്റനെ മാറ്റി നിർത്തിക്കൊണ്ട് വാഷിംഗ്ടൺ സുന്ദറിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യം എന്താണെന്നൊരു ചോദ്യം അവിടെ ഇല്ലേ? അതിന് കൃത്യമായൊരു മറുപടി ഉണ്ടാവും. അല്ല, അത് ശരിയാണ്. താങ്കൾ ചോദിച്ചത് വളരെ വ്യക്തമായിട്ടുള്ളൊരു തീരുമാനമാണ്. പക്ഷേ വാഷിംഗ്ടൺ സുന്ദർ ഈ അടുത്ത കാലത്ത് പരിക്ക് മൂലം മാറി നിന്നു. അദ്ദേഹത്തിന് ഈ ഒരു മത്സരത്തിൽ അവസരം നൽകിയത് ഒരുപക്ഷെ തെറ്റായിട്ട് തന്നെ പറയാം. പക്ഷെ ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു ബാറ്റിങ്ങും അക്സർ പട്ടേലിനായിട്ട് പകരക്കാരനായിട്ട് വാഷിംഗ്ടൺ സുന്ദറിനെ എടുത്തത് താങ്കൾ നേരത്തെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ലെഫ്റ്റ് ഹാൻഡേഴ്സ്, ഡികോക്ക് ആയാലും മില്ലർ ആയാലും ഇങ്ങനെയുള്ള ലെഫ്റ്റ് ഹാൻഡേഴ്സിനെതിരെ പന്തെറിയാൻ പറ്റുന്ന ഒരു ഓഫ് സ്പിന്നർ എന്നുള്ള രീതിയിലാണ്. അത് ഒരു തെറ്റ് തന്നെയാണ്. അവിടെ പിഴച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷെ അത് മാത്രമല്ല ഒരു തോൽവിയുടെ കാരണം. കാരണം തോൽവിയുടെ കാരണം ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തുടക്കത്തിലെ 3 വിക്കറ്റ് എടുത്തതിന് ശേഷം പിന്നീട് ഇന്ത്യൻ ബോളർമാരുടെ ബോളിംഗ് പ്രകടനം അത് തീർത്തും ദയനീയമായിരുന്നു. അത് മാത്രമല്ല ബാറ്റിംഗിൽ നല്ലൊരു തുടക്കം അത് അനിവാര്യമായിരുന്നു, അത് കിട്ടിയില്ല. കൂടാതെ തന്നെ നിരന്തരമായിട്ട് ഇപ്പോ ഓപ്പണിംഗ് ഒരു കൂട്ടുകെട്ട് വരുന്നില്ല, അതും ഒരു ചോദ്യചിഹ്നമാണ്. എനിക്ക് തോന്നുന്നു വരുന്നുള്ള മത്സരങ്ങളിലെല്ലാം തന്നെ ഈ കുറവുകളൊക്കെ ഇന്ത്യ പരിഹരിക്കും. ഇന്ത്യ സൂപ്പർ 8ൽ നിന്ന് സെമി ഫൈനലും ഫൈനലും കളിക്കാനായിട്ട്. അല്ല, പക്ഷേ അതിനകത്തൊരു പ്രശ്നമുണ്ടല്ലോ ശ്രീനിവാസ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് അങ്ങനെ നിസ്സാരമായിട്ട് ഇപ്പോൾ പോകാൻ പറ്റില്ല. നെറ്റ് റൺ റേറ്റ് -3 എത്തി നിൽക്കുകയാണ്. ഇത് ഏറ്റവും വലിയ തോൽവിയാണ്. നമ്മൾ പാകിസ്ഥാനെ 61 റൺസിന് പരാജയപ്പെടുത്തിയപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മൾ പാകിസ്ഥാനെ നാണം കെട്ടി വിട്ടു എന്നാണ്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 76 റൺസിന്റെ തോൽവിയാണ്. അപ്പോൾ അതേ ഇക്വേഷൻ തന്നെ നമ്മൾ ഇവിടെയും പറയേണ്ടി വരും. അപ്പോൾ തുടർന്ന് അങ്ങോട്ടുള്ളതും വലിയ കല്ലും മുള്ളുകളും നിറഞ്ഞ ഒരു യാത്രയും കൂടിയാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ ഇക്വേഷൻസിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് താങ്കളിൽ നിന്ന് അറിയേണ്ടത്, ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് സൂര്യകുമാർ യാദവിൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് എന്ന് ഞാൻ വിളിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, റിപ്പോർട്ടർ സ്വാഭാവികമായിട്ട് സഞ്ജു സാംസന്റെ ടീമിൽ സ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആർക്ക് പകരം മാറ്റണം, അഭിഷേക് ശർമ്മയെ മാറ്റണോ, തിലക് വർമ്മയെ മാറ്റണമോ എന്ന് പരിഹസിച്ചുകൊണ്ട് ഒരു ചോദ്യം, ഒരു മറുപടിയാണ് സൂര്യകുമാർ യാദവിൽ നിന്നുണ്ടായത്. തിലക് വർമ്മ 2 പന്തിൽ നിന്ന് 1 റണ്ണ്, അഭിഷേക് ശർമ്മ 15 റണ്ണ് എങ്ങനെയോ അടിച്ചെടുത്ത ഒരു 15 റണ്ണാണെന്ന് വേണമെങ്കിൽ പറയാം. ഇഷാൻ കിഷൻ കഴിഞ്ഞ ദിവസം ടക്കായി. ഇപ്പോൾ ഇഷാൻ കിഷൻ എല്ലാ മത്സരത്തിലും തിളങ്ങണമെന്ന് വാശി പിടിക്കുന്നില്ല. പക്ഷെ എന്നാൽ പോലും ടോപ്പ് ഓർഡർ തിളങ്ങുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. സഞ്ജുവിനെ പരിഗണിച്ചൂടെ?
അല്ല, തീർച്ചയായിട്ടും ഇപ്പൊ പാകിസ്ഥാനെയും സൗത്ത് ആഫ്രിക്കനെയും നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പാകിസ്ഥാൻ ഒരു തീർന്ന ടീമാണ്. അതിനെതിരെ ഇന്ത്യ മികച്ച വിജയം നേടി എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ ഇവിടെ ഇന്നലെ സൂര്യകുമാർ യാദവ് ഈ പ്രസ് സ്റ്റേറ്റ്മെന്റിൽ സഞ്ജു വി സാംസണെ ഏറ്റവും അധികം പിന്തുണച്ച ഒരു ക്യാപ്റ്റൻ കൂടെയാണ്. നമ്മളെല്ലാം മറന്ന ഇന്നലത്തെ ഒരു പത്രസമ്മേളനത്തിലോട്ട് പോകരുത്. കാരണം സൂര്യകുമാർ യാദവ് വളരെയധികം പ്രൊമോട്ട് ചെയ്ത ഒരു താരമാണ് സഞ്ജു വി സാംസൺ. പക്ഷെ ഇന്നലെ അദ്ദേഹം പറഞ്ഞത് തിലക് വർമ്മ ആരെ മാറ്റി ആരെ എടുക്കുന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം അഭിഷേക് ശർമ്മയ്ക്ക് പകരക്കാരനായിട്ട് സഞ്ജു വി സാംസൺ എടുക്കണമെങ്കിൽ അതിൽ ഒരു യങ്സ്റ്റർ എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മ ഒരു ലെഫ്റ്റ് ഹാൻഡറാണ്, അദ്ദേഹത്തിന്റെ പഴയ ഇന്നിങ്സുകളെല്ലാം അതുപോലെ തന്നെയാണ് സഞ്ജു വി സാംസന്റെ. അപ്പൊ ഒരു നിരന്തരമായിട്ട് അദ്ദേഹം പരാജയപ്പെടുന്നു. ഒരുപക്ഷെ ഇനി അടുത്ത മത്സരങ്ങളിൽ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ തിലക് വർമ്മ ഒരു ലെഫ്റ്റ് ഹാൻഡറാണ്. വീണ്ടും ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സിന്റെ ഒരു അഡ്വാൻറ്റേജ് എപ്പോഴും T20 ഫോർമാറ്റിൽ വളരെ നിർണായകമാണ്. അപ്പൊ അതൊക്കെ കരുതിയായിരിക്കാം ടീം മാനേജ്മെന്റ് അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് വന്നത്. ഒരുപക്ഷെ എടുത്ത തീരുമാനം വാഷിംഗ്ടൺ സുന്ദറിന്റെ നമുക്ക് പറയാം, മറ്റുള്ള തീരുമാനങ്ങളൊന്നും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. ഓക്കെ, അതും വ്യക്തമാണ്. പക്ഷെ എന്നാൽ പോലും കഴിഞ്ഞ ദിവസത്തെ ഈ ബൗളിങ്ങിന്റെ സാഹചര്യം പറയുമ്പോൾ പോലും എല്ലാവർക്കുമെതിരെ ശക്തമായി സൗത്ത് ആഫ്രിക്ക പഠിച്ചു വന്നതുപോലെയാണ് കളി കണ്ടുകൊണ്ടിരുന്നത് എനിക്ക് തോന്നി. അതായത് അഭിഷേക് ശർമ്മയ്ക്കെതിരെ തുടർച്ചയായി സ്ലോ ബോളുകൾ എറിയുക, അഭിഷേകിനെ പവർ പ്ലേയിൽ നിർത്തിക്കൊണ്ട് 2 ഫീൽഡേഴ്സിനെ ഓഫ് സൈഡിൽ നിർത്തി കളിപ്പിക്കുക. അതായത് നീ അടിക്കുന്നെങ്കിൽ നീ ലെഗ് സൈഡിലോട്ട് അടിക്കുക, ഓഫ് സൈഡിലോട്ട് അടിക്കാനുള്ള ഒരു സ്പേസ് 2 ഫീൽഡേഴ്സിനെ അവിടെ ഒരുക്കിക്കൊണ്ട് ട്രാപ്പ് ഒരുക്കുക. സൂര്യകുമാർ യാദവിനെ നിരന്തരം സ്ലോ ബോളുകൾ എറിഞ്ഞ് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പഠിച്ചു വന്ന സൗത്ത് ആഫ്രിക്കയാണ് നമ്മൾ കണ്ടത്. 2024 T20 ലോകകപ്പിന്റെ ഫൈനലിന് എന്തു മറുപടി കൊടുക്കണോ അതനുസരിച്ച് പഠിച്ച് കൃത്യമായിട്ട് കളിച്ച സൗത്ത് ആഫ്രിക്കയാണ് പറയേണ്ടത്. അതിന് തീർച്ചയായും ഒരു കൈയടി കൊടുക്കേണ്ടത്. അതായത് അവർ അറിഞ്ഞ് കളിച്ചതാണ് എന്ന് തന്നെയല്ലേ പറയേണ്ടത്. ഇന്ത്യയെ ട്രാപ്പ് ചെയ്തു എന്ന് തന്നെ വിളിക്കേണ്ടത്. അല്ല, ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, IPL ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന താരങ്ങളാണ് സൗത്ത് ആഫ്രിക്കയിലെ മിക്ക താരങ്ങൾ, ഇൻക്ലൂഡിംഗ് ക്യാപ്റ്റൻ മക്രം ഉൾപ്പെടെയുള്ളവർ. അവർക്ക് വ്യക്തമായിട്ട് ഈ കളിക്കാരെ, അതായത് പ്രത്യേകിച്ച് ഇന്ത്യയുടെ താരങ്ങളെല്ലാം അവരുടെ പ്ലസ് പോയിന്റും അവരുടെ മൈനസ് പോയിന്റും വ്യക്തമായിട്ട് അറിയാം. അവരൊരു കമ്പൈൻഡ്, അതായത് ഇപ്പൊ സൗത്ത് ആഫ്രിക്ക നമ്മൾ നോക്കുന്ന ഒരു കമ്പൈൻഡ് ടീമാണ് അവർക്ക്. മികച്ച രീതിയിലുള്ള ബോളേഴ്സ്. ഇപ്പൊ ലോകത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു പാസ് ബോളിംഗ് അല്ലെങ്കിൽ ബോളിംഗ് അറ്റാക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും സൗത്ത് ആഫ്രിക്കയാണെന്ന്. കാരണം അത്ര നല്ലൊരു ബോളിംഗ് നിരയാണ് അവർക്ക്. അപ്പൊ പിന്നെ ബാറ്ററുണ്ട്. ഇപ്പൊ മില്ലറൊക്കെ നമ്മൾ പല IPL കണ്ടിട്ടുണ്ട്. അദ്ദേഹം മാച്ച് വിന്നറായിട്ട് മാറുന്നതും ഒരു ടീമിനെ എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നതെന്നല്ല. അത് സമാനമായ രീതിയിൽ അവരുടെ ഒരു പ്രകടനവും നമുക്ക് ഇന്നലെ അത് കാണാൻ സാധിക്കും. ഇതുവരെയുള്ള കാലഘട്ടങ്ങളിൽ നോക്കുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക ഒരു കമ്പൈൻഡ് ടീമായിട്ട് കളിച്ചിട്ടില്ല, വെസ്റ്റ് ഇൻഡീസിനെ പോലെ. പക്ഷെ ഈ അടുത്ത കാലത്ത്, പ്രത്യേകിച്ച് കഴിഞ്ഞ 1-2 വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നു ടീമായിട്ടെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. കാരണം അവിടെ ഒരു ക്യാപ്റ്റൻ, അതിനെ നയിക്കുന്ന ടീം, അവരുടെ ആ ഒരു കോമ്പിനേഷൻ, അതെല്ലാം വളരെ മികച്ചതായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ അക്സർ പട്ടേലിനെ മാറ്റി എന്ന് പറയുമ്പോൾ ബാലിശമായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ അവസ്ഥയും കൂടെ നമ്മളൊന്ന് പരിഗണിക്കണമല്ലോ. ഇപ്പോൾ മത്സരങ്ങൾ ഇപ്പോൾ പലരും പറയുന്നു സൂര്യ ഭയങ്കര ഫോമിലാണ്. പക്ഷേ ഞാൻ എടുത്തത് സൂര്യയുടെ ഏറ്റവും മോശം ഫോമിലൂടെയാണ് സൂര്യ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം എടുക്കുന്ന പന്തുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് കൺവേർഷനൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ 22 പന്തിൽ നിന്നാണ് അദ്ദേഹം 18 റൺസ് എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് താളം കിട്ടുന്നില്ല. അപ്പോൾ ഒരു വൈസ് ക്യാപ്റ്റനെ മാറ്റാമെങ്കിൽ എന്തുകൊണ്ട് ക്യാപ്റ്റനെ ഒരു മത്സരത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ബാലിശമായിട്ടുള്ള ചോദ്യമായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ഫോമില്ലായ്മയും ഒരു കണക്ക് കൂട്ടലാണ്, അതും തള്ളിക്കളയാൻ കഴിയില്ലല്ലോ. അല്ല, സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനാണ്. ഇപ്പൊ ക്യാപ്റ്റനെ മാറ്റിക്കൊണ്ട് ഒരു ടീമിനെ ഇനി കൊണ്ടുപോകുക എന്നുള്ളത് ഈ വേൾഡ് കപ്പിൽ നമുക്ക് ചിന്തിക്കാൻ കൂടെ സാധിക്കില്ല. അത് മാത്രമല്ല, അത്ര ഒരു മോശം ഫോമിലല്ല സൂര്യകുമാർ യാദവ് കളിക്കുന്നത്. കാരണം ലീഗ് റൗണ്ടിൽ അദ്ദേഹം വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് പല ഇന്നിങ്സുകളും. ക്യാപ്റ്റൻസിയും വളരെ മികച്ച രീതിയിൽ അദ്ദേഹം ടീമിനെ നയിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ സൂര്യകുമാർ യാദവ് എടുത്ത തീരുമാനം ഒരുപക്ഷെ ഈ അക്സർ പട്ടേലിന് പകരക്കാരനായിട്ട്, അത് അദ്ദേഹം മാത്രമായിട്ട് എടുത്ത തീരുമാനമല്ല, ടീം മാനേജ്മെന്റ് ഗൗതം ഗംഭീർ എന്നുള്ള പരിശീലകൻ ഉൾപ്പെടെ എടുത്ത തീരുമാനമാണത്. അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല, പ്രത്യേകിച്ച് ഇന്നലത്തെ പെർഫോമൻസും ഇന്ത്യയുടെ പരാജയം വ്യക്തമാണ്. പക്ഷെ ഒറ്റ ചോദ്യം, പറഞ്ഞതുപോലെ തന്നെ മുന്നോട്ടുള്ളതാണല്ലോ നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇതുവരെ ഉള്ളത് നമുക്ക് മാറ്റി നിർത്തിയാൽ പോലും ഫാക്ട് ഇതാണ്, നെറ്റ് റൺ റേറ്റ് -3. അപ്പോൾ ഇനി സൗത്ത് ആഫ്രിക്ക ഇനി വെസ്റ്റ് ഇൻഡീസിനെതിരെ സൗത്ത് ആഫ്രിക്ക ജയിക്കണം എന്നുള്ള തുടങ്ങി മറ്റേ നമ്മൾ സാധാരണ IPL കാൽക്കുലേറ്ററൊക്കെ വെച്ച് കണക്ക് കൂട്ടുന്നത് പോലെയാണ് നിലവിൽ ഇന്ത്യയുടെ സാഹചര്യം. ഇനി അടുത്ത സിംബാബ്വേയും വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള കളികൾ ജയിച്ചാൽ മാത്രം പോരാ, വലിയ റൺ റേറ്റിൽ ജയിച്ചാൽ മാത്രമേ ഇപ്പോഴുള്ളത് കവർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത്രമാത്രം പ്രതീക്ഷയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ എത്രമാത്രമാണ് താങ്കൾ കണക്കാക്കുന്നത്? അല്ലെ, വെസ്റ്റ് ഇൻഡീസിനെതിരെയും സിംബാബ്വേക്കെതിരെയും മികച്ച രീതിയിൽ തന്നെ. പക്ഷെ ഇവരെ ഒന്നും നമ്മൾ
കുറഞ്ഞു കാണാൻ സാധിക്കില്ല. വെസ്റ്റ് ഇൻഡീസ് ഒക്കെ T20 ഫോർമാറ്റിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുക എന്നുള്ളത് നമുക്കറിയില്ല. കൂടാതെ സിംബാബ്വെ ഇപ്പൊ അവരുടെ ഫോം നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള വമ്പൻ അട്ടിമറികളിലൂടെയൊക്കെ വന്ന ടീമുകളെ ഒരിക്കലും നമ്മൾ കുറച്ചു കാണാൻ സാധിക്കില്ല. എങ്കിൽ തന്നെയും ടീം മികച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ ടീമിന് നന്നായിട്ട് പെർഫോം ചെയ്ത് ഈ റൺ റേറ്റ് ഒക്കെ നികത്തി ടീമിന് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അത് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷയുള്ള പോലെ 140 കോടി ജനങ്ങളുടെയും പ്രതീക്ഷ അത് തന്നെയാണ്. ഇപ്പോഴുള്ള സാഹചര്യം മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യക്ക് തുടർന്ന് അങ്ങോട്ടുള്ള മത്സരങ്ങൾ, അടുത്ത മത്സരം സിംബാബ്വെക്കെതിരെയാണ്. സിംബാബ്വെ ആവട്ടെ 2 പ്രധാനപ്പെട്ട ടീമുകളെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തവണ വരുന്നത്. ഓസ്ട്രേലിയയും ശ്രീലങ്കയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ടൊരു സിംബാബ്വെ വളരെയധികം ആത്മവിശ്വാസത്തിലാണ്. എന്തായാലും 26-ാം തീയതിയാണ് ആ മത്സരം നടക്കാൻ പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി കഴിഞ്ഞ ദിവസവും ഉണ്ടായി. എന്തായാലും പി രംഗനാഥനാണ് നമ്മളോടൊപ്പം ചേർന്നത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.